സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങി
Lord. നമുക്ക് 3 ഹല്ലേലൂയ പറയാം ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും ബഹുമാനമുള്ള ജോയ് സാറ്, ആൻറ്റി, കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവർ, അതുപോലെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന പ്രിയ സഹോദരൻ അജി അച്ഛൻ, കർത്താവിൽ പ്രിയരെ, വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വീണ്ടും അറിയിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവന്ദനം അറിയിക്കാൻ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. വചനം ശക്തിയുള്ളതാകുന്നുവല്ലോ. വചനം നമ്മുടെ കാലിന് ദീപമാണ്. വചനം പാറയെ പൊട്ടിക്കുന്ന ചിറ്റികയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനത്താൽ നാം ധന്യരാകുമ്പോൾ ഈ വചനം, ഈ ബൈബിൾ എത്രയധികം പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് എന്നൂടെ നാം ഓർക്കണം. ഉത്തരാഫ്രിക്കയിലെ കാട്ടരുവിയായ നൈലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടിയ ചെളിയിൽ വളർന്നു പൊങ്ങിയ പാപ്പറസ് എന്ന് പറയുന്ന ചെടിയുടെ പോളകൾ പറിച്ചുണക്കി കടലാസായി ഉപയോഗിച്ചും അതിൻ്റെ തന്നെ തണ്ടുകൾ കൂർപ്പിച്ച് പേനയായി ഉപയോഗിച്ച് മരക്കരി മരക്കറയിൽ ചാലിച്ച് മഷിയായി ഉപയോഗിച്ച് എഴുതി തുടങ്ങിയ ഒരു പഴയ ഗ്രന്ഥമാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശുദ്ധ ബൈബിൾ. മാനത്തിരിക്കുന്ന അമ്പിളി അമ്മച്ചനെ ദൈവമെന്ന് കണ്ടുകൊണ്ട് മുട്ടുമടക്കി ആരാധിച്ചിരുന്ന മനുഷ്യൻ്റെ അറിവിൻ്റെ ശൈശവ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മരവുരി ഉടുത്തുകൊണ്ട് പാറക്കല്ലുകൊണ്ട് വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചിരുന്ന മനുഷ്യൻ്റെ അറിവിൻ്റെ ശൈശവ കാലഘട്ടത്തിൽ എഴുതി തുടങ്ങിയ ഈ പഴയ ഗ്രന്ഥത്തിന് ഇന്നത്തെ ആധുനിക തലമുറയോട് നൊടി നേരം കൊണ്ട് സഹസ്രകോടികൾ കണക്കുകൾ ചെയ്തു തീർക്കുന്ന കമ്പ്യൂട്ടർ യുഗത്തോട് സംവാദിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. എന്നാൽ ഇത് കരങ്ങളിലെടുത്ത, ഇത് വിശ്വസിക്കുന്ന ഏത് ദൈവവൈതലിനും അറിയാം, ഏത് കാലഘട്ടത്തോടും സംവാദിക്കാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ത്രികാലവേദിയായ ദൈവം, കാലത്രയങ്ങളെ ഒരുപോലെ കാണുന്നവൻ, ഉൽപ്പത്തിയിൽ തന്നെ അവസാനം നിർണയിക്കുന്ന ദൈവം തൻ്റെ വൃതന്മാരെ തൻ്റെ ആത്മാവിൽ മുക്കി നിർത്തി അവരിൽ കൂടെ നൽകിയ വലിയ കൽപ്പനയത്രേ, സന്ദേശമത്രേ വിശുദ്ധ ബൈബിൾ. ഇതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. പലരും ഇതിനെ തകർക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇത് അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ AD 307 ഈ വചനം ആദ്യമായി പീഡനം ഏൽക്കുന്നത്. റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ റോമൻ സാമ്രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പടയാളികളെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന എൻ്റെ ഈ രാജ്യത്ത് വേദപുസ്തകത്തിൻ്റെ ബൈബിളിൻ്റെ ഒരു ചുരുൾ കാണാൻ പാടില്ല, നശിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ പടയാളികൾ ദീർഘമായ 5 വർഷക്കാലം ഈ പുസ്തകത്തോട് മല്ലിട്ടു. ഇത് അനേകരിൽ നിന്ന് പിടിച്ചു വാങ്ങി പ്രതികരിച്ചവരുടെ പെടലി അറത്തു. വിശ്വാസജനത്തിൻ്റെ ചോര റോമൻ തെരുവീഥിയെ നനച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആനന്ദ നൃത്തമാടി പടയാളികൾ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്ത് ഒറ്റ ചുരുൾ പോലും ബാക്കിയില്ല. എന്നാൽ ഈ രാജാവിൻ്റെ മേളിൽ മറ്റൊരു ചക്രവർത്തിയുണ്ട്, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ. അദ്ദേഹം 6 അടി മണ്ണിൻ്റെ ജന്മിത്തം ഡയോക്ലിഷ്യന് നൽകി. നാട് നീങ്ങി. അടുത്ത രാജാവായി അവരോധിക്കപ്പെട്ടത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. നമ്മുടെ സഭാചരിത്ര പ്രകാരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ സിംഹാസനത്തിലിരുന്നപ്പോൾ ഒരു പ്രഖ്യാപനം ചെയ്തു, ആരുടെ കരങ്ങളിലെങ്കിലും
ഒരു വേദപുസ്തകത്തിൻ്റെ ചുരുൾ കോപ്പി ഉണ്ടെങ്കിൽ എൻ്റെ അരമനയിൽ കൊണ്ടു തന്നാൽ അതിന് ഞാൻ തക്ക പാരിതോഷികം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ സഭാ നേതാക്കളിൽ ഒരുവനായ യൂസിപ്പസ് എന്ന് പറയുന്ന സഭാ നേതാവ് തൻ്റെ ഒളിത്താവളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 80-ൽ പരം ചുരുളുകളുമായി കോൺസ്റ്റന്റൈൻ രാജാവിൻ്റെ മുമ്പിൽ ആനയിക്കപ്പെട്ടു. അദ്ദേഹം പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ റോമൻ പൗരനോട് പറഞ്ഞു, ഇതായിരിക്കും ഇനിയും റോമൻ പൗരൻ്റെ ഉപദേഷ്ടാവ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഡയോക്ലിഷ്യൻ വേദപുസ്തകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരുങ്ങിയാൽ മറ്റൊരു കോൺസ്റ്റന്റൈനെ ദൈവം ഉയർത്തും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നെ വാൾട്ടയർ എന്ന് പറയുന്ന ചക്രവർത്തിയ പിന്നെ ഇതിനോട് പീഡനം അഴിച്ചുവിട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം ഇനി 100 വർഷത്തിനിടയിൽ ഒരു അമ്മൂമ്മ കഥയായി മാറും. ഇതിനെ നിങ്ങൾക്കിനി കണ്ടു കിട്ടണമെങ്കിൽ ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ പോയി കാണണം, അല്ലാതെ ഇത് കാണുകയില്ല. എന്നാൽ ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുമ്പോൾ, ഞാനിവിടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, വാൾട്ടയറിൻ്റെ കൊട്ടാരം ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ പോലും ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ കൂമ്പാരം കൂടിക്കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നശിപ്പിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ദൈവവചനത്തെയും ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവവചനം ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, അല്ലേ? ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോയപ്പോൾ യേശു തിരുവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഇന്നൊരത്ഭുതം ദൈവവചനത്തിൽ കൂടെ ഈ YWCയുടെ ഈ ഹോളിൽ നടക്കട്ടെ. ചില ജീവിതങ്ങളോട് ദൈവം ഈ വചനം ഇടപെടട്ടെ. ഇന്ന് പകൽക്കാലം ആരെല്ലാം വചനത്തെ സ്വീകരിക്കുന്നുവോ അവർക്കിന്നൊരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു അത്ഭുതം ദൈവം ഇവിടെ ചെയ്യും. 3 തരമാ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ എല്ലാവരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മശക്തിയോടെ നിറവോടെ ദൈവത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ യഹോവയെ കൽപ്പിക്കണം, ഇന്നടിയൻ കേൾക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ഹല്ലേലൂയ ഈ ഹോളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഉണ്ട്. ചില ജീവിതങ്ങളുടെ അടുക്കലുണ്ട്, ചില ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ദൈവം, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവൻ, ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, ദൈവവൈതലിന്റെ ചാരയുണ്ട്. ഇന്നവനൊരു അത്ഭുതം പ്രവർത്തിപ്പാൻ നിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ചില രോഗങ്ങൾ സൗഖ്യമാകാൻ പോവുക, ചിലത് വിടുതലാകാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിച്ച ഒരു വേദഭാഗം. നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. ഞാൻ 38 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എവിടെ ഇന്നത് പറയണം എന്നൊക്കെ സ്വർഗത്തിൽ ദൈവമാണ് നമുക്ക് തലേദിവസം ആലോചന തരുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ അടുക്കൽ തന്ന വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. നിങ്ങളെല്ലാം വളരെ പ്രബുദ്ധരായ ദൈവജനമാണ്. വചനം വളരെ ശക്തിയോടെ സ്വീകരിക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് പരിചിതമായ ഒരു വേദഭാഗം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യോശുവ 6:1. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്ത് ഇറങ്ങിയില്ല, അകത്ത് ആരും കയറിയും ഇല്ല. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ ഭാഗം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്ത് ഇറങ്ങിയില്ല, ആരും അകത്തോട്ട് കയറിയുമില്ല. യെരിഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനേക വിഷയങ്ങൾ ഓടിയെത്താറുണ്ട്. തിരുവചനപ്രകാരം യെരിഹോമിന് വളരെ പ്രസക്തിയുണ്ട്. നമുക്കറിയാവുന്ന പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 30-ാം വാക്യം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര പുറപ്പെട്ടതായി നമുക്ക് കാണാം. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി.
യെരിഹോവിൽ നാം കാണുന്നത് ഈ ഭാഗമാണ്. ദൈവ കോപത്തിൻ്റെ സ്ഥലമാണ് യെരിഹോ. 6-ാം അധ്യായം നമ്മൾ വായിച്ച യോശുവയുടെ 6-ന്റെ അവസാന ഭാഗം 26-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഭാഗങ്ങൾ കാണാനായി കഴിയും. നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിക്കണം. ദൈവ കോപത്തിൻ്റെ സ്ഥലമാണ് യെരിഹോ. അപകടം നിറഞ്ഞ വഴിയാണ് യെരിഹോവിലേക്കുള്ള യാത്ര. ചെങ്കുത്തായ വഴിയാണ് യെരിഹോവിൻ്റെ വഴി. വിജനമായ വഴിയാണ്. ഈ വഴിയിൽ രക്തത്തിൻ്റെ മണം തിങ്ങി നിൽക്കുന്ന വഴിയാണ്. കാരണം കൊള്ളക്കാർ വഴിയാത്രക്കാരെ കൊല്ലുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് രക്തത്തിൻ്റെ മണം മാറാതെ നിൽക്കുന്നത്. യെരിഹോവിൻ്റെ വാതിൽക്കൽ അല്ലെങ്കിൽ വഴിയുടെ തുടക്കത്തിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കോൺവോയായി മാത്രമേ യാത്ര പോകാവൂ, അല്ലെങ്കിൽ അപകടമാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ഇവിടെ യെരിഹോവിലേക്ക് പോയ ഈ മനുഷ്യൻ ഒറ്റയ്ക്കുള്ള യാത്രക്കാരനാണ്. മുറിവേറ്റ് അർത്ഥപ്രാണനായി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വിദൂരതയിലും അടുത്തുമായി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, നമ്മുടെ യാത്ര ഒറ്റയ്ക്കാണോ അതോ യേശു കൂടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശുവില്ലാത്ത യാത്ര അപകടം വിളിച്ചു വരുത്തുന്നതാണ്. കാരണം നമ്മുടെ വിശുദ്ധിയെ മോഷ്ടിക്കുന്ന, നമ്മളെ മുറിവേൽപ്പിക്കുന്ന, നമ്മളെ അർത്ഥപ്രാണനായി തീർക്കുന്ന ഒരു ശത്രു വഴിയിൽ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ദൈവവൈതലേ, ഇന്ന് യേശുവില്ലാത്ത യാത്രക്കാരായി ഈ സമൂഹം തീരുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. അതിൻ്റെ ഫലമായി ഒരു പക്ഷേ നാം ഇപ്പോൾ ദൈവത്തിന് കേൾക്കുന്നത് കിടക്കയിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ ഭവനത്തിൽ വെച്ച് ആയിരിക്കാം. ആത്മാവ് ആലോചന പറയുന്നുവെങ്കിൽ ഈ നസ്രത്തുകാരനായ യേശുവിനോട് കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു രോഗിയെ കാണാനായി പോയി. എൻ്റെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവ പള്ളിയിലുള്ള ഒരാളാണ്. അദ്ദേഹം പള്ളിയുടെ അടുക്കലാണ്, പക്ഷേ പള്ളിയിൽ കയറുകയില്ല. ദേവാലയവുമായി കൂട്ടായ്മയായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. വലിയ പ്രായമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ക്യാൻസർ രോഗിയാണ്. ലങ്സിൻ്റെ ക്യാൻസറായി ഇദ്ദേഹം ഇപ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, കോഴഞ്ചേരിൽ ഉള്ള മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. ഞാനവിടെ കാണാൻ ചെന്ന ഈ മനുഷ്യനോട് പല കാര്യങ്ങൾ സംസാരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായി ഹേമിക്കാൻ തുടങ്ങി. ഈ ആളിനെ കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പിക്കണം, വാ കൊണ്ട് ഏറ്റുപറയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഞാൻ ആ സഹോദരരുമായി മണിക്കൂറുകൾ ഇരുന്ന് സംസാരിച്ചു. അവസാനം പറഞ്ഞു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ രോഗം കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കാനാകാം. എന്തിനധികം പറയുന്നു, കണ്ണുനീർ ധാരധാരയായി ആ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. അവസാനം എൻ്റെ കൈക്ക് പിടിച്ചു, ഉപദേശി, കർത്താവായി യേശുക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീര് വന്ന് വീങ്ങിയ മുഖത്തോടും ശരീരത്തോടും കണ്ട ആ മനുഷ്യൻ ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജോർജ് കിട്ടിക്ക് വേണ്ടിയും ഓർത്ത് പ്രാർത്ഥിക്കണമേ ആൻറ്റി എന്നൊരു പ്രത്യേക അപേക്ഷയുണ്ട്. ഞാനത് വിട്ടുപോയി പറയാൻ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, യെരിഹോം ഇവിടെ അർത്ഥപ്രാണനായി ജീവിതങ്ങളെ തകർത്ത സ്ഥലമാണ് യെരിഹോം. രണ്ടാമതായി നമ്മുടെ ഉള്ളിൽ ഓടിയെത്തുന്നത്, വീണ്ടും നമുക്കറിയാം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ, യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശു സഞ്ചരിക്കും. അതും മർക്കോസ് 10:40 മുതലുള്ള വാക്യങ്ങളിലാണ്. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. യെരിഹോവിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇദ്ദേഹം കുരുടനാണ് എന്ന് രേഖപ്പെടുത്തി. കുരുടനാര? കാഴ്ചയില്ലാത്തവനാണ്. കാഴ്ചയുള്ളവൻ്റെ ലക്ഷണം എന്താ? ഗേഹസിക്ക് വേണ്ടി ഏലിശ പ്രവാചകൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു. ദോഥാനിൽ വെച്ച്, യഹോവേ, ഇവൻ്റെ കണ്ണ് കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. അവന് കണ്ണുണ്ട്, അവന് കാഴ്ചയുണ്ട്,
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലവും നാം കാണേണ്ടതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നാമും ആരാ? കുരുടന്മാരുടെ പട്ടികയാണ്. കാഴ്ചയുള്ളവൻ്റെ ലക്ഷണം എന്താണ്? ഒന്ന്, കാഴ്ചയുള്ളവൻ ദൈവത്തെ കാണണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ണുണ്ടെങ്കിലും നീ പൊട്ടനാന്നാ പറഞ്ഞേ. സ്തോത്രം. രണ്ട്, കാഴ്ചയുള്ളവൻ നിന്നെ തന്നെ കാണാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവം നിന്നെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നാം ഇന്നാരാണ്, മുൻപാരായിരുന്നു, ഇത് അറിയുവാൻ മനസ്സിലാക്കാൻ കഴിയണം. എബ്രഹാം ലിങ്കൺ എന്നും രാവിലെ തൻ്റെ മുറിയിൽ, അടച്ചിട്ട മുറിയിൽ എന്നിട്ട് വാതിലടയ്ക്കും കയറിയിരുന്നിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പിറുപിറുക്കുന്നത് പുറത്ത് കേൾക്കാമായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ തൻ്റെ ഈ വാതിലിൻ്റെ ഇടയിൽ കൂടെ എബ്രഹാം ലിങ്കനെ നോക്കിയപ്പോൾ അദ്ദേഹം പഴയ ഒരു ട്രങ്ക് പെട്ടി, പാട്ടപ്പെട്ടി തുറക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ചില തുണികൾ പുറത്തേക്കിട്ട് നോക്കുന്നു. അതിൽ മുത്തിയിട്ട് വീണ്ടും അടച്ചു വെക്കുന്നു. ഹല്ലേലൂയ. താൻ പഴയ കാലത്ത് ധരിച്ചിരുന്ന, ഇല്ലായ്മയുടെ കാലത്ത് ധരിച്ചിരുന്ന ഒരു വസ്ത്രം, ഒരു കോട്ട അദ്ദേഹം എടുത്ത് തൻ്റെ പഴയ കാലം ഓർക്കുകയാണ്. താൻ ആരായിരുന്നു, ഇന്ന് താൻ ആരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ കാഴ്ചയുണ്ടെങ്കിൽ നമ്മളെ തന്നെ കാണാൻ കഴിയണം. മൂന്ന്, കാഴ്ചയുള്ളവൻ്റെ ലക്ഷണം മറ്റുള്ളവനെ കാണാൻ കഴിയണം. ഹല്ലേലൂയ. മറ്റുള്ളവൻ്റെ വേദന കാണാൻ കഴിയണം. നമ്മൾ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി ഇപ്പം കടന്നുപോയ നോമ്പായിപ്പോൾ അല്ലേ? പലർക്കും നോമ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ സഹോദരനായ യേശാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സഹോദര, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ നിന്റെ മുഖം ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് കാഴ്ചയുള്ളവൻ്റെ ലക്ഷണമാത്. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയാണ്. കാഴ്ചയുള്ളവൻ മറ്റുള്ളവരുടെ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയണം. നമ്മുടെ മാതാവിൻ്റെ മുഖത്ത് ദൈവത്തെ കാണണം, നമ്മുടെ പിതാവിൻ്റെ മുഖത്ത് ദൈവത്തെ കാണണം, നമ്മുടെ ഭർത്താവിൻ്റെ മുഖത്ത് ദൈവത്തെ കാണണം, നമ്മുടെ ഭാര്യയുടെ മുഖത്ത് ദൈവത്തെ കാണണം, വേദനിക്കുന്നതിൻ്റെ മുഖം കാണണം നാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. വേദനിക്കുന്ന സഹോദരങ്ങളുടെ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയുന്ന അങ്ങനെയുള്ളവനാണ് കാഴ്ചയുള്ളവൻ. അല്ലേ നാം കണ്ണുപൊട്ടൻ്റെ ഗതിയില്ല. സ്തോത്രം ചെയ്യട്ടെ. 4, ദൈവദാനം കാണാൻ കഴിയണം, അല്ലെങ്കിൽ നാം പൊട്ടരാ. എന്താ ദൈവദാനം കാണാൻ കഴിയുക? പലപ്പോഴും നാം ലഭിക്കാത്തതിനെ നോക്കി പരാതി പറയുന്നവരാ, ലഭിച്ചതിന് നാം നന്ദി പറയാത്തവരുമാണ്. ഒരിക്കൽ പാർമോസി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ ഒരു കൃഷിക്കാരൻ, ദരിദ്രനായ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നും ജോലിക്ക് പോകുമ്പോൾ തൻ്റെ ദേവാലയത്തിൽ പടിക്കെട്ടുകൾ കയറി ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് കരഞ്ഞിട്ടാണ് അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകുന്നത്. പാവപ്പെട്ട ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തുന്നിത്തയ്ച്ച വസ്ത്രങ്ങൾ. അദ്ദേഹം ഒരിക്കൽ തൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ എന്നിട്ട് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു: കർത്താവേ, എത്രയോ വർഷമായി ഞാൻ നിൻ്റെ മുൻപിൽ ഇങ്ങനെ മുട്ടുമടക്കുന്നു, എൻ്റെ ഈ ട്രൗസർ ഒന്ന് മാറിത്തരാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? പരാതി പറയുക. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പാർമോസി കണ്ണീരൊരുക്കി പ്രാർത്ഥിച്ച് ദേവാലയത്തിൻ്റെ പടിക്കെട്ടിറങ്ങി താഴേക്ക് വരുമ്പോൾ 2 കരം അദ്ദേഹത്തിൻ്റെ മുൻപിൽ നീങ്ങി. സാറേ, വല്ലതും തന്നേച്ചു പോണേ. പാർമോസി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് 2 കാലും ഇല്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി പാർമോസിയോട് യാചിക്കുക: സാറേ, വിശക്കുന്നു, വല്ലതും തരണം. പാർമോസി ഇദ്ദേഹത്തെ നോക്കിയിട്ട് വീണ്ടും തിരിച്ച് ദേവാലയത്തിൻ്റെ പടിക്കെട്ടുകൾ കയറി വീണ്ടും മുട്ടുമേൽ നിന്നു. അദ്ദേഹം പറഞ്ഞു: എൻ്റെ കർത്താവേ, നീ എനിക്കൊരു പുതിയ ട്രൗസർ തന്നില്ലെങ്കിലും അതിടാനുള്ള 2 കാലുകൾ തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്ന നന്മകളെ കാണുന്നവനാണ് കാഴ്ചയുള്ളവൻ. ഞാൻ വിട്ടുപോകട്ടെ. എരിഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓടിയെത്തുന്ന പല ഭാഗങ്ങളുണ്ട്. വീണ്ടുമുണ്ടല്ലേ സഖായിയുമായിട്ടുള്ള ബന്ധത്തിൽ തൻ്റെ പരിമിതികളെ ഉപയുക്തമാക്കിയ
ഒരു മനുഷ്യനാണ് സക്കായി എന്ന് പറയുന്നവൻ. യേശു ആ ഭവനത്തിൽ എത്തി എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയും ഇല്ല. ജനം യെരിഹോവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇസ്രായേൽ ജനം വന്നു നിൽക്കുകയാണ്. അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ ഏൽപ്പിച്ചുകൊണ്ട്, അവരുടെ സ്വപ്നത്തിന് മങ്ങൽ ഏൽപ്പിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരുടെ അനുഗ്രഹത്തിന് സ്വപ്നഭൂമിയിൽ ചെല്ലാൻ തടസ്സമായിരിക്കുന്ന ഒരു വലിയ മതിൽ അവരുടെ മുമ്പിൽ ഉയർന്നിരിക്കുകയാണ്. ഒരു യെരിഹോവിൻ്റെ ഒരു വലിയ മതിൽ ഉയർന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം കാണുന്ന സാധാരണയുള്ള മതിലല്ല യെരിഹോവിൻ്റെ മതിൽ. ദൈവപണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമുണ്ട്. ഈ മതിലിൻ്റെ മുകളിൽ കൂടെ 10 രഥങ്ങൾ ഒരുമിച്ച് ഓടാനുള്ള വീതി അതിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ അനേക കോളനി പോലെ വീടുകളുണ്ട്. അതിലൊന്നിലാണ് രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ, വേശ്യാസ്ത്രീ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിച്ച ആ സ്ത്രീ ഈ കോളനിയുടെ അല്ലെങ്കിൽ മതിലിൻ്റെ ഒരു സൈഡിലുള്ള ഒരു കോളനി ഭവനത്തിലാണ് അവൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വീതിയും ഇതിൻ്റെ സ്ട്രോങ്ങും എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇതിനേക്കാൾ വലിയ ചില മതിലുകൾ നമ്മുടെ മുൻപിൽ ഉയർന്നിട്ടില്ലേ? അത് നിരാശയാകാം, ഒരുപക്ഷേ രോഗമാകാം, ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള വേദനയാകാം, ഒരുപക്ഷെ തലമുറയെക്കുറിച്ചുള്ള ഹല്ലേലൂയ വേദനയാകാം. ദൈവവൈതലേ, നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ നോക്കി നീ നെടുവേർപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ മുൻപിൽ നിന്നെ നിർത്തിയത് ദൈവമാണെങ്കിൽ ഈ കോട്ട ഇടിക്കാനും ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്നെ ദൈവമാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിർത്തിയതെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് ഈ പ്രതിസന്ധി ഇടിക്കാനും കഴിയാം. വിശ്വസിക്കുന്ന ദൈവജനം സ്തോത്രം ചെയ്യാട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ അനുഗ്രഹത്തിൻ്റെ, നിന്റെ കുഞ്ഞുങ്ങളുടെ, നിന്റെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ചില വൻ കോട്ടകൾ ദൈവം വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ അത് തകർക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ പുതുവാതായനങ്ങളെ തുറക്കുന്നവനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉറക്കം കെടുത്തുന്ന നമ്മുടെ കല്ലുകളെ, ഹല്ലേലൂയ, ഇതുപോലുള്ള കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഈ ദൈവമാരാ? നാം ആരാധിക്കുന്ന ദൈവമാരാ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഫിലദൽഫിയയിലെ സഭയ്ക്ക് ദൂതൻ എഴുതുമ്പോൾ പറയുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ താക്കോലായവൻ. അതിൻ്റെ അർത്ഥം എന്താ? ഏത് പൂട്ടുകളെയും പൊട്ടിക്കാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട, നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട, പ്രൈസ് ദി ലോർഡ്, ചില വാതിലുകൾ ഇന്ന് കണ്ടു ഭാരപ്പെടുന്ന ഒരു ദൈവ പൈതലേ, നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരിതിടിക്കുമെന്ന് ചിന്തിച്ചവരെ, ഈ ദാവീദിന്റെ വേരായവൻ, അവൻ താക്കോല. ഏത് പൂട്ടിനെയും തുറപ്പിക്കാൻ, ഏത് പൂട്ടിനെയും പൊട്ടിക്കാൻ. യെശയ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യം കൂടുണ്ട്, ഞാൻ ദാവീദിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഇന്ന് ഹല്ലേലൂയ 2026 മാർച്ച് മാസം 10-ാം തീയതി ഈ 11:15 ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ തലമുറയുടെ മുമ്പിൽ അനുഗ്രഹമായിരിക്കുന്ന ചില ഹല്ലേലൂയ കോട്ടകളെ ദൈവം പൊട്ടിക്കാൻ പോകുക. വിശ്വസിച്ചാട്ട് ദൈവവചനം ഏറ്റെടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. കോട്ടയിൽ അകപ്പെട്ടപ്പോ
അപ്പുറം കടന്നിടാൻ പാഴുതില്ലാതെ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും സ്തുതിച്ചിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ ഈശാന ഓടി പടകു തകർന്നു തോന്നിയപ്പോൾ തൊഴിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. തൊഴിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന് മുമ്പിലായിരിക്കുന്ന അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ഈ യെരിഹോ കോട്ടയുടെ മുമ്പിൽ അവർ ആയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വീഴണം, ഇത് വീണെങ്കിലേ അവർക്ക് മുൻപോട്ട് ഗമനമുള്ളൂ. ഇത് തകർന്നെങ്കിലേ അവർക്ക് തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഹല്ലേലൂയ അനുഗ്രഹമായി തീരുകയുള്ളൂ. ഇത് ഇടിയണം. പ്രൈസ് ദി ലോർഡ്. അവർ ഇടിക്കാൻ ഹല്ലേലൂയ ഈ കോട്ട ഇടിയുവാൻ അവർ ചില ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അവർ അതിനുവേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്തു. ദൈവം കോട്ട ഇടിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കോട്ട ഇടിയാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തത് എന്താണ്? 5 പോയിന്റ് ഈ ഭാഗത്തുണ്ട്. അത് ഓടിച്ച് നമ്മുടെ സമയത്തിനുള്ളിൽ ഞാനത് നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇസ്രായേൽ മക്കളുടെ കോട്ട ഇടിയാൻ അവർ ക്രമീകരണം ചെയ്തത്? 1 യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യോശുവ 5:14. മതി. ഇപ്പോൾ യോശുവയും ജനവും യെരിഹോ കോട്ടയുടെ മുമ്പിൽ വിഷണ്ണരായി നിൽക്കുകയാണ്. എങ്ങനെ ഈ 10 രഥം ഒരുമിച്ചോടുന്ന ഈ മതിലിടിയും, എങ്ങനെ ഈ മതിൽ അല്ലെങ്കിൽ കോട്ട ഇടിച്ച് അപ്പുറം കടക്കും? അതിന് വിഷണ്ണനായി നിൽക്കുന്ന യോശുവയുടെ മുൻപിലേക്ക് ഒരു വ്യക്തി മുൻപോട്ട് കടന്നു വരികയാണ്. വന്നപ്പോൾ യോശുവ എഴുന്നേറ്റ് ചെന്ന് ചോദിച്ചു, നീ എന്നോട് അല്ലെങ്കിൽ ദൈവസന്നിധിയിലുള്ള ആളാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ദൈവസന്നിധിയിലുള്ള ആളാണ്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യോശുവ നെടുമ്പാട് വീണു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു വലിയ ജനത്തിൻ്റെ, ഒരു വലിയ സമൂഹത്തിൻ്റെ നേതൃത്വം വഹിച്ച് പോകുന്ന ആളാണ് യോശുവ എന്ന് നമുക്കറിയാം. ആരുടെയും മുമ്പിൽ നട്ടല് വളയ്ക്കേണ്ട കാര്യം യോശുവയ്ക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ യോശുവ എന്ത് ചെയ്യുകയാണ്? നെടുമ്പാട് വീഴുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന കോട്ട ദൈവം ഇടിക്കണമെങ്കിൽ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായ കോട്ട മാറണമെങ്കിൽ നീ വിനയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കീഴ്പ്പെടണം ദൈവത്തിന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് കീഴ്പ്പെടാൻ
മനസ്സില്ല മനുഷ്യന്. ഇന്ന് നിഗളത്തിൻ്റെ ആത്മാവ് ഓടുകയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഓർപ്പിച്ചു: ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. ദൈവം ഹല്ലേലൂയ നിഗളികളോട്, അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. ദൈവം എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വഴിക്ക് കുറുക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഹല്ലേലൂയ, ദൈവം കുറുക്ക് നിന്നാൽ നമ്മുടെ വഴി അടഞ്ഞു എന്ന അതിൻ്റെ അർത്ഥം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി മുൻപോട്ട് പോയ ബിലിയാമിൻ്റെ മുൻപിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, സംഹാരദൂതൻ നിന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഭക്തനായ ബിലിയാമിൻ്റെ മുമ്പിൽ, പ്രവാചകനായ ബിലിയാമിൻ്റെ മുമ്പിൽ അവൻ ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി മുൻപോട്ട് നീങ്ങിയപ്പോൾ സംഹാരദൂതൻ കുറുക്ക് നിന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. സോദോം നശിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം നാം വായിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ഈ ഹല്ലേലൂയ സോദോം നശിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വായിച്ചാട്ട് യെഹെസ്കേൽ 16:49. നിന്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യമോ ഗർവവും തീൻ പുളപ്പും നിർഭയ സ്വൈര്യതയും മതി. അതായത് നിന്റെ സഹോദരിയായ സോദോമിൻ്റെ നാശത്തിന് കാരണം എന്താണ്? നാശത്തിന് കാരണം അവളുടേതായ അഹങ്കാരം, ഗർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവളുടെ തീൻ പുളപ്പ്. ഞാൻ പലപ്പോഴും പറയാം, എന്താ തീൻ പുളപ്പ്? കപ്പമുട്ടും കഞ്ഞിവെള്ളവും കഴിച്ചിരുന്നവർ 5 നേരം കഴിച്ചു. നമ്മുടെ പിള്ളേരൊക്കെ എന്തൊക്കെയായിരിക്കും അടിച്ച് കയറ്റുന്ന, എങ്ങു വരെ നമ്മൾ ഇടിച്ച് കുത്തി കയറ്റും അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ പിള്ളേർ തണ്ട് ഇങ്ങനെ ഒരു വെപ്പുണ്ട്. ചില പിള്ളേർ ഈ കഴിച്ച് ഇവിടം വരെ ആക്കിയിട്ട് അപ്പോഴമ്മച്ചി ചോദിക്കുക, എന്താടാ തീൻ കുത്തുന്നോന്ന് ചോദിക്കും. ഈ പഴയ അമ്മച്ചിമാരുടെ ഭാഷയാണ് ഇതൊക്കെ. തീൻ കുത്തല്, അതായത് ഭക്ഷിപ്പാൻ ആഹാരമില്ലായിരുന്ന ഒരു കാലഘട്ടം ഇന്ന് സമൃദ്ധിയുമായി സ്വർഗത്തിലെ ദൈവം നൽകിയപ്പോൾ ഇന്നെന്തായി? ദൈവത്തിന് സ്തോത്രം, അഹങ്കാരമായി ഇന്ന് ഭക്ഷിച്ച് ശേഷിപ്പിച്ച് ഇന്ന് ഹല്ലേലൂയ പുറത്ത് തള്ളപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവജനമായി ഇന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ അഹങ്കാരികളായി മാറി. എന്തോ കണ്ട് അഹങ്കരിക്കാനോ, ബാങ്ക് ബാലൻസ് കണ്ട് അഹങ്കരിക്കാനോ, സൗന്ദര്യം കണ്ട് അഹങ്കരിക്കാനോ, പദവി കണ്ട് അഹങ്കരിക്കാനോ ഒന്നുമില്ല ദൈവവൈതലേ. ഒന്നും അഹങ്കരിക്കാനായിട്ടില്ല. ഒരൊറ്റ ചെറിയ മുഴ മതി നിന്റെ അഹങ്കാരം മാറാൻ, നിന്റെ ബാങ്ക് ബാലൻസ് തീരാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. അവൻ കരുണ കാണിച്ച് നിർത്തിയെങ്കിൽ നിർത്തി. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, ചങ്കൂറ്റത്തോടെ ചങ്കത്ത് വിരലടിച്ചു പറയാം, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാ, എൻ്റെ ദൈവം ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് തന്നെ കണ്ടതാ. ഹല്ലേലൂയ. ഇവിടെ നീ അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന്, ഇവിടെ പുകഴാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. നിഗളിച്ചവരൊക്കെ തകർന്നിട്ടുണ്ട്. ആരെല്ലാം? എന്തിന്? വലിയ രാജാക്കൾ ഹിറ്റ്ലർ മുതൽ തകർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെറും പുഴക്കളായ നമുക്ക് എന്തോ പുകഴാന്, എന്തോ പ്രശംസിപ്പാന്. ദൈവത്തിന് സ്തോത്രം. താണവരെ ദൈവം വീണവരെയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, കോട്ട ഇടിക്കാൻ യോശുവ നെടുമ്പാട് വീണെങ്കിൽ, നെടുമ്പാട് ഉടഞ്ഞെങ്കിൽ നാം ഉടഞ്ഞാൽ ദൈവം നമ്മുടെ കോട്ട ഇടിക്കും. പ്രൈസ് ദ ലോർഡ്. വിനയപ്പെടുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമുക്കറിയാം വളരെ വ്യക്തമാണ്. അതിൻ്റെ 2-3 അബ്രഹാം മമ്രയുടെ തോപ്പിൽ വെയിൽ കാച്ചാനിരിക്കുമ്പോൾ ദൈവം കടന്നു വരികയാണ്. അതിനുശേഷം 3 ദൈവദൂതന്മാർ കയറി വരും. അബ്രഹാം എന്ത് ചെയ്തു? നിലം പറ്റേയും കുനിഞ്ഞു വീണു. അബ്രഹാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. 100 വയസ്സുള്ള വൃദ്ധൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്ന് വൃദ്ധനാ, എന്നെ സഹായിപ്പാൻ ആരുമില്ല, തലമുറ എനിക്കില്ല,
എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ നീരോട്ടമുള്ള പ്രദേശം കണ്ട് മടങ്ങിപ്പോയി. ഞാൻ ഏകനായി നിൽക്കുകയാ. എന്നോട് അടിയനോട് ദയുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ എന്നെ വിട്ടു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പാത്, നീ ദൈവസന്നിധിയിൽ താണാൽ വീണാൽ ഹല്ലേലൂയ അവൻ നിന്നെ വിട്ടു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. 25 വർഷം പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്, വേദനപ്പെട്ട് ഭാരപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ മുൻപിൽ സ്വർഗം പറഞ്ഞു ഹല്ലേലൂയ അടുത്ത വർഷം ഞാൻ വരും, അന്നേരം നിനക്കത് കാണാം. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവ പൈതലേ, നീ വീഴുന്നെങ്കിൽ താഴുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ വിഷയം നീ അടുത്ത ദിവസങ്ങളിൽ കാണാം, നിന്റെ കൺമുമ്പിൽ കാണാം, നിനക്കത് അനുഭവിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, നീ ഭാരത്തോടെ മടങ്ങണ്ട. ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഉടഞ്ഞു കൊടുക്ക്. ഹല്ലേലൂയ. എനിക്കൊരു വാക്യം കൂടെ വായിച്ചു തരണമെന്ന് ആഗ്രഹിക്കുക. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. 2 ശമൂവേൽ 9:8. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ മതി. ഈ ഭാഗം നമുക്ക് പരിചിതമാണ്. മെഫീബോശത്ത് ദാവീദ് രാജാവിനോട് പറഞ്ഞ വാക്കാ, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ കടാക്ഷിപ്പാൻ ഞാൻ എന്തുള്ളൂ. വിഷയം നിങ്ങൾക്കറിയാവോ? ഹല്ലേലൂയ. 1 ശമൂവേൽ 18:1 ഒരു ഭാഗമുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ഗോലിയാത്തിൻ്റെ തലയുമായി തെരുവീഥിയിൽ കൂടെ നടന്നു വരുമ്പോൾ ഇസ്രായേലിയ പെൺകുട്ടികൾ കണ്ടുകൊണ്ട് സന്തോഷിച്ച് നൃത്തമാടി. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ദൈവത്തിന് സ്തോത്രം. തലയുമായി രാജകൊട്ടാരത്തിൽ എത്തിയ ദൈവത്തിന് സ്തോത്രം ദാവീദും ശൗലിൻ്റെ മകനായ യോനാഥാനും തമ്മിൽ സംഭാഷണം ആരംഭിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അതായത് യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റി നിന്നു, അല്ലേ? അതായത് അധരം കൊണ്ട് ഇസ്രായേൽ പെൺകുട്ടികൾ ദാവീദിനെ ബഹുമാനിച്ചപ്പോൾ ഹൃദയം കൊണ്ട് പറ്റി നിന്നു യോനാഥാൻ. പ്രൈസ് ദി ലോർഡ്. ഇനിയും 2 ശമൂവേൽ 9-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 2 ശമൂവേൽ 9:1. ഞാൻ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് കുടുംബത്തിൽ ആരെങ്കിലും ശേഷിപ്പുണ്ടോ? ഒരു ഭാഗം ശ്രദ്ധിച്ചാട്ടെ, വളരെ ആത്മാർത്ഥതയോടെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അധരം കൊണ്ട് മാത്രം ബഹുമാനിച്ചവനുമല്ല യോനാഥാൻ, ഹൃദയം കൊണ്ട് പറ്റി നിന്നവന്. ഹൃദയം കൊണ്ട് പറ്റി നിന്നവന് വേണ്ടി ഹല്ലേലൂയ അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദാവീദ് അനുഗ്രഹം പകരാൻ ഒരുങ്ങുകയാ. ചോദിച്ച ചോദ്യം എന്താ? എന്നോട് പറ്റി നിന്ന യോനാഥാൻ്റെ കുടുംബത്തിനു വേണ്ടി, ശൗലിൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴാ പറഞ്ഞത് ഹല്ലേലൂയ ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനായ ഒരു കുഞ്ഞുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ കുറ്റമല്ല, അവനെ ധാത്രി എടുത്തുകൊണ്ട് ഓടുമ്പോൾ വീണ് ഹല്ലേലൂയ അംഗവൈകല്യം സംഭവിച്ചവനാണ് ഈ മെഫീബോശത്ത്. അവനോട് കരുണ കാണിക്കാൻ ദാവീദ് തയ്യാറായെങ്കിൽ ഒരു കാര്യം കൂടെ ഓർത്തോണം, പറ്റി നിൽക്കുന്ന നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഈ വെയിൽ വകവെക്കാതെ ഹല്ലേലൂയ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഹല്ലേലൂയ ഹോളിൻ്റെ ഉള്ളിൽ ദൈവനാമത്തിൽ കടന്നു വന്നതാണെങ്കിൽ, നീ പറ്റി നിൽക്കുന്ന ദൈവവൈതലാണെങ്കിൽ 100% ഉറപ്പാ. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി വേദനിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്ന ദൈവവൈതലെ, നിന്നോട് ദൈവത്തിൻ്റെ ഒരു ദൂതുണ്ട്. നീ അധ്വാനിക്കുന്നതും ഓടിയതും നഷ്ടമല്ലാതെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നീ വന്നിരിക്കുന്നത്. ഓടി. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചത്ത നായെ പോലെയാ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദാവീദിന്റെ മുമ്പിൽ താഴുകയാ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ മുമ്പിൽ താണവനെ മേശമേൽ ഉയർത്തി ദാവീദെങ്കിൽ, നീ ദൈവസന്നിധിയിൽ താണാൽ നിന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തിയ ഒരു സ്തോത്രം കൂടെ പറയണം. ഹല്ലേലൂയ. നാം ഉടഞ്ഞാൽ, നാം വീണാൽ
നമ്മുടെ മുൻപിലെ കോട്ട സ്വർഗം ഇടിക്കും. ഇന്ന് 100% ഉറപ്പായി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നേ. നീ വന്നത് വേദനയോടാണെങ്കിൽ, ചില അടഞ്ഞ വാതിലുകൾ കണ്ട് ഭാരപ്പെട്ട ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ നിന്റെ കോട്ട ദൈവം ഇടിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവസന്നിധിയിൽ വീഴണം, താഴണം, അഹങ്കാരം ഉപേക്ഷിക്കണം, അഹംഭാവം മാറ്റണം. നിഗളിക്കല്ലേ, നിഗളം നാശത്തിന്. ഉസിയ രാജാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, നാശത്തിനായി നിന്റെ ഹൃദയം നിഗളിച്ചു. അപ്പോൾ നിഗളം വരുമ്പോൾ ഓർത്തോണം, നാശത്തിൻ്റെ പടിയാ. ഒന്നും കണ്ട് പുകഴണ്ട, ദൈവം തന്നതിന് സ്തോത്രം ചെയ്തുകൊണ്ട്. എന്തിനാ അധികം ദൈവം സൃഷ്ടിച്ച സുന്ദരതരമായ ഭൂമിയിൽ ജീവിക്കാൻ ഒരു നിമിഷം തരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിച്ചോണം. തന്നതെല്ലാം ദൈവം തന്നതാ, നിങ്ങളൊന്നും നേടിയതല്ല. നിങ്ങളിവിടെ ഒന്നും നേടിയതല്ല ദൈവ പൈതലേ. അവൻ്റെ കരുണ ഒന്ന് മാത്രമല്ലേ, അവൻ്റെ ദയ ഒന്ന് മാത്രമാ. 2 യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. എന്താണ് കോട്ട ഇടിക്കാൻ ഇസ്രായേൽ ജനം ചെയ്ത ക്രമീകരണം? മതി. 2, ഇപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് പറയുക, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിച്ചാൽ അറിയാം, ഇത് പ്രാരംഭമാണ്. കോട്ടയുടെ മുമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ രാജാവിനെ കൊടുത്തിട്ടില്ല, യെരിഹോവും ഇടിച്ചിട്ടില്ല. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിനക്കായി അത് ചെയ്യും, നീ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. കോട്ട ഇടുന്നതിന് മുമ്പ് വിശ്വസിച്ചു, എൻ്റെ ദൈവം ഞങ്ങൾക്കത് തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? പൂർണ്ണ വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനാ ദൈവം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസമുള്ളവർക്ക് സ്തോത്രം. നമുക്കൊന്ന് തൊട്ടു പോകാനാ കേട്ടോ. വിശ്വാസം തന്നതാരാ? ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ? ആരാ വിശ്വാസം നിങ്ങൾക്ക് തന്നേ? നമുക്കങ്ങനെ ദൈവത്തെ എപ്പോഴും പറയാം. വാക്യം പറയാമോ? ഇല്ല. എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും യേശുവിനെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ, വിശ്വാസത്തിൻ്റെ മാസ്റ്റർ. അപ്പോൾ തുടങ്ങുന്നവൻ ആരാ? നമ്മിൽ വിശ്വാസത്തെ തന്നത് യേശുവാ. പൂർത്തീകരിക്കുന്നത് ആരാണ്? അതും യേശുവാ. നമ്മുടെ പങ്കെന്താ? അതാ അതിൻ്റെ അകത്തെ കാര്യം. അതായത് വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടർ, തുടക്കക്കാരൻ യേശുവാണ്, പൂർത്തീകരിക്കുന്നത് യേശുവാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പുണ്ട്, തുടക്കം അവസാനം. ഇതിൻ്റെ മധ്യത്തിൽ ഒരു ഗ്യാപ്പില്ലേ? അവിടെ എന്തായിരിക്കണം നമ്മുടെ ഭാഗം? 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പഠിച്ചാൽ അതിങ്ങനെയാണ്. ഞാൻ നല്ല വാക്യം നിങ്ങൾക്കറിയാം. ഞാൻ ഈ LKG പിള്ളേരെ പോലെ തുടക്കമിട്ട് നമുക്ക് പറയാം. ഞാൻ നല്ല പോർ. ഓക്കെ, നിർത്തി. കിരീടത്തല്ല പോകണ്ട ആൻറ്റി, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. കിരീടത്തോട് പോകാൻ നമുക്ക് നേരമില്ല. അപ്പം ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാ ചോദ്യം. തുടങ്ങുന്നത് യേശു, അവസാനിപ്പിക്കുന്നത് യേശു. വാക്യം അതാ. പൗലോസ് തൻ്റെ നിര്യാണ കാലം അടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ നമുക്ക് തന്ന വിശ്വാസം സൂക്ഷിക്കപ്പെടേണ്ടത് ആരാ? യേശുവാണോ നമ്മളാണോ? നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ എന്നാ ദൈവത്തിൻ്റെ ആത്മാവിന് ചോദ്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വാസം സൂക്ഷിക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ട് നാം പല സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയാണ്, അല്ലേ? ദൈവജനം പരിഹാരത്തിനായി പല സ്ഥാനങ്ങളിൽ എത്തുകയാണ്. നിങ്ങളൊക്കെ വിശ്വാസികൾ, നമുക്കറിയാം. എന്നാൽ ദൈവജനമെന്ന് അഭിമാനിക്കുന്ന പലരും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ജീവനില്ലാത്ത ദൈവസന്നിധിയിൽ എത്തപ്പെടുക.
ഞാൻ എൻ്റെ വണ്ടി വാഷ് ചെയ്യാൻ കാർ, ഒരു പഴയ പൊട്ടക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ രജിസ്ട്രേഷനാണ്, 15 കൊല്ലം കഴിഞ്ഞ. അപ്പോൾ അത് ഞാൻ ഒരിക്കലേ ഈ വാഷ് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, സാറേ ഇത് ചെയ്തുകൊണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു, വെച്ചേച്ച് പോകണ്ടെന്ന്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു മാഗസിൻ അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ആ മാഗസിൻ എടുത്ത് വായിച്ചു. അപ്പോൾ സമയം പോകണമല്ലോ, വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഹെഡിങ് യമദേവൻ്റെ ദണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഹെഡിങ്, യമദേവൻ്റെ ദണ്ട്. അപ്പോൾ ഞാൻ ചെയ്തെന്തോ യമദേവൻ്റെ ദണ്ട് വായിച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഒരു മനസ്സിലായി, ഒരു ക്രിസ്തീയ സഹോദരി അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. 8 മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ഒരു മകളും മരിച്ചുപോയി. പ്രാർത്ഥിക്കുന്ന അമ്മച്ചിക്ക് അങ്കലാപ്പായി. എൻ്റെ ഭർത്താവ് മരിച്ചു പെട്ടെന്ന്, എൻ്റെ മോള്. പ്രാർത്ഥിക്കുന്ന എനിക്കെന്താ ഇത് സംഭവിച്ചേ? അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ അയൽവക്കക്കാരിയായ ചേച്ചി പറഞ്ഞു, ഇത് പ്രശ്നമായി, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കടി ഈ മരണം വീട്ടിൽ ഉണ്ടാകുകയില്ല. എനിക്കറിയാവുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ ഇത് പരിഹരിക്കുന്ന ആളെ കാണിക്കാം. ഈ വിശ്വാസി അമ്മച്ചി നേരെ ഈ ആളിൻ്റെ കൂടെ പോയി ചെന്ന് സിദ്ധനെയൊക്കെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ വാക്ക ഇതിൻ്റെ അകത്ത് ഹെഡിങ് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ യമദേവൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദണ്ട് നിങ്ങളുടെ വീട്ടിൽ മറന്നു വെച്ചേച്ച് പോയി. അതുകൊണ്ടാണ് രണ്ടാമതും ഈ മരണം പെട്ടെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദണ്ട് എവിടെ ഇരിക്കുക? വീട്ടിൽ ഇരിക്കുക. അപ്പോൾ ഇനി അടുത്തത് പിന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ പരിഹാര പ്രക്രിയ 2 ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടത്. ഈ ദണ്ട് പൂജ ചെയ്ത് തിരിച്ചയക്കണം, അല്ലെ പ്രാർത്ഥിച്ച് തിരിച്ചയക്കണം. 2 ലക്ഷം രൂപ എന്ന് വെച്ചാൽ അമ്മച്ചി തൻ്റെ സ്വർണ്ണമൊക്കെ പണം എങ്ങനെയും ജീവൻ രക്ഷിക്കണ്ട. ഇനി അടുത്ത ദിവസം ഇനി യമദേവൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ ചിലപ്പോൾ കൊണ്ടുപോയെങ്കിലും. അമ്മച്ചിയോടെ തന്നെ 2 ലക്ഷം എല്ലാം ഉണ്ടാക്കി പോയി. അവിടെ ചെന്നപ്പോൾ, ഈ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി ആൾ ഇരിപ്പുണ്ട്. ഓരോരുത്തരുടെ ടേൺ അനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ അടുത്തിരുന്ന ആളോട് കുശലം എന്നെ അന്വേഷിച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചോദിക്കുക, എന്നാണ്ട് വിശേഷം, എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ അമ്മച്ചി ചോദിച്ചു, എന്തോ ഉണ്ടോ വിശേഷം, എവിടുന്നാണ് വരുന്നത്, എന്താ കാര്യം, ഈ പുള്ളി കാര്യമൊക്കെ അപ്പോൾ പറഞ്ഞു, വലിയ മനുഷ്യനാണ്, കാര്യമൊക്കെ ശരിയാ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പോൾ ഈ ചോദിച്ചയാൾ പറഞ്ഞു, കേട്ടയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലെ യമദേവൻ്റെ ദണ്ട് മറന്നു പോയിരിക്കുക, 2 ലക്ഷം കൊണ്ട് വന്നതാ ഞാൻ. അപ്പോൾ ഈ അമ്മച്ചി വിചാരിച്ചേട്ടാ, അപ്പോൾ യമദേവൻ എന്തുമാത്രം ദണ്ടുണ്ട്, തൻ്റെ വീട്ടിലിതിരിക്കുക. ഈ ചോദിച്ച അമ്മച്ചിക്കും ദണ്ടിരിക്കുക. ഇവിടെ മരണമൊന്നും ഈ ലോകത്തിൽ വേറെ നടന്നില്ലേ? അപ്പോഴാണ് അമ്മച്ചിക്ക് ഭോഷത്വം മനസ്സിലായേ. അമ്മച്ചി 2 ലക്ഷം കളയാതെ നേരെ തിരിച്ചു വീട്ടിൽ. ഇതുപോലുള്ള തട്ടീര് എന്തിനാ ക്രിസ്തീയ സമുദായത്തിൽ എന്തുമാത്രമുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകെ ദൈവജനം പോവുക. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇവിടെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കേൾക്കത്തില്ല, വണ്ടിക്കൂലി മുടക്കി വേറെ എവിടെയെങ്കിലും പോകണം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യമുണ്ട്, ദൈവജനം ഒരു കാര്യം വിശ്വാസത്തിൽ ഉറയ്ക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ലൂക്കോസ് 17:5 ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. എന്താ ശിഷ്യന്മാർക്ക് വിശ്വാസം ഇല്ലേ? പിന്നെന്താ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്? കാരണമുണ്ട്. തങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് യേശുവിൻ്റെ വാക്കുകളിൽ കൂടെ മനസ്സിലായി. തങ്ങൾക്ക് യേശുവിൻ്റെ പ്രസംഗത്തിൽ കുത്തുകൊണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസം. നമുക്ക് ഓടിച്ചൊന്ന് പോകാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ ഓർത്താൽ മതി കേട്ടോ. നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥന കൂട്ടത്തിന് പോകുന്നു, പക്ഷേ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയുകയില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നേ. അപ്പോൾ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുക. ശിഷ്യന്മാർക്ക് കുത്തുകൊണ്ടു കർത്താവിൻ്റെ പ്രസംഗത്തിൽ. എപ്പോൾ? പർവ്വത പ്രസംഗത്തിലാണ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസ് 6:30 ഇങ്ങനെ വായിക്കുന്നു, ഇന്നുള്ളതും, ബാക്കി നിങ്ങൾക്ക് പറയാം, ഇന്നുള്ളതും
അത്രയും പോലെ നിങ്ങൾ വരുന്നില്ലേ? നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ. അപ്പൊ സംഗതി മനസ്സിലായോ? യേശു വിളിച്ചു അല്പ വിശ്വാസികളെ. അപ്പോൾ ഡയറക്റ്റ് യേശു കുത്തുക. ഇതിലാ കുത്തുകൊണ്ട് സംഭവം പർവ്വത പ്രസംഗമാണ്. പ്രസംഗകൻ യേശു കർത്താവും ഓഡിയൻസ് ശിഷ്യന്മാരുമാണ്. എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വേല ചെയ്യണം, എങ്ങനെ ഉപവസിക്കണം, ഇതൊക്കെ കർത്താവ് പഠിപ്പിക്കുകയാണ്. തങ്ങളുടെ അടുത്ത ആൾക്കാരല്ലേ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഇവരെ നോക്കിയപ്പോൾ ഒരു കാര്യം യേശുവിന് മനസ്സിലായി. ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇവന്മാരുടെ ചിന്ത എന്തുവാ? ഇനി നാളെ തിന്നും, എന്തിനി എന്നെ ഉടുക്കും, എന്തിനേയും കുടിക്കും, ഇതിനെക്കുറിച്ച് നാളെയെക്കുറിച്ച് എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ നിങ്ങളെ എത്ര. അപ്പൊ നാളെ എന്താകുമെന്ന് ചിന്തിച്ച ശിഷ്യന്മാരുടെ നേരെയാ വിരൽ ചൂണ്ടിയെ. നിങ്ങളാരാ? അല്പ വിശ്വാസി. നിങ്ങളുടെ നേരെ ദൈവവചനം വിരൽ ചൂണ്ടാൻ പോവുക. നാളെയെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ലാത്തവർ കരം ഉയർത്തി സ്തോത്രം. ശരിക്കും കേട്ടട്ടെ, ശരിക്കും കേൾക്കണേ. നാളെയെക്കുറിച്ച് ഒരു ഭാരവും ഇല്ലാത്ത, നാളെയെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാത്തവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയണമെന്നാ പറഞ്ഞത്. കുറേ പേരുള്ളവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം. നാളെയെക്കുറിച്ച് ഭാരമില്ലാത്തവർ. എന്നാൽ ഭാരമുള്ളവർ കൂടുതലും ഉണ്ട്. ചോദ്യം നിങ്ങളോട്, അപ്പോൾ ഇവരോടില്ല. നാളെയെക്കുറിച്ച് ടെൻഷൻ എടുത്തവരെ വേണമല്ലോ ഉറപ്പിക്കാൻ. നാളെ ഉറപ്പുള്ളവരോട് എന്തിനാ? നാളെയെക്കുറിച്ച് ടെൻഷനുള്ളവരോടൊരു ചോദ്യം. നാളെ ജീവിക്കാമെന്ന് ഉറപ്പുള്ളവർ ഒരു സ്തോത്രം പറഞ്ഞു ഇല്ല. അപ്പം നാളെ ജീവിക്കാമെന്ന് ഉറപ്പില്ലാത്ത നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്നേ. പ്രൈസ് ദി ലോർഡ്. നാളെ ജീവിക്കാമെന്ന്, അതുകൊണ്ടാണ് നാളെയെക്കുറിച്ചുള്ള അർത്ഥശൂന്യമായ വ്യാകുല ചിന്തയുള്ളവരെ ശിഷ്യന്മാരെ നോക്കിയാ പറഞ്ഞേ, നീ ആരാ? അല്പ വിശ്വാസിയാ. അങ്ങനെയെങ്കിൽ നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്ന, ടെൻഷൻ അടിക്കുന്ന, ഉറക്കമില്ലാത്ത പ്രിയപ്പെട്ട ദൈവ വൈതലേ, നീ അല്പ വിശ്വാസിയ. പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം. നാളെ ജീവിക്കാമെന്ന് ഉറപ്പില്ല. നാളെ ജീവിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലും നമ്മുടെ പ്രശ്നം തീരുവോ? അതും ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാൻ പോവുക. ഇന്നുവരെ ദൈവം നിങ്ങളെ നടത്തിയത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഈ ഇരിക്കുന്ന നിമിഷം വരെ നിങ്ങളെ ദൈവം നടത്തിയത് എങ്ങനെയാ? നാളെ ദൈവം തരുന്നെങ്കിൽ എൻ്റെ ദൈവം എന്നെ നടത്തും. എന്നോട് ചോദിച്ചു, നീ വേല എങ്ങനെ ചെയ്യാൻ പോവുക? ഇനി എൻ്റെ കാലയിൽ 11 സ്റ്റീൽ റോഡുണ്ട്, 11 ഇടത്ത് കാലയിൽ. വലത്ത് കാലയിൽ ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞതാ. നീ എങ്ങനെ നിൽക്കുമെടാ ദൈവസന്നിധി? നീ എങ്ങനെ നിൽക്കും? ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, നീ ഒരു ക്യാൻസർ രോഗിയാ. നിനക്കങ്ങനെ വേല ചെയ്യാൻ കഴിയും? ഒരുറപ്പുണ്ട്, ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ നിർത്തിക്കോളും, നടത്തിക്കോളും, പ്രസംഗിപ്പിച്ചോളും, നിന്നെ വഴി നടത്തിക്കോളും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെട്ട ദൈവ വൈതലേ, നീ ഭാരത്തോട് ഇവിടുന്ന് പോകല്ലേ. നീ ഉറപ്പോടെ പോണം ഇന്ന്. കാരണം ഇന്നലെ വരെ, ഈ നിമിഷം വരെ നടത്തിയ ദൈവത്തിന് നാളെ എനിക്ക് ആയുസ് തരുന്നെങ്കിൽ എൻ്റെ സ്വർഗ്ഗം എന്നെ നടത്തും. ഉറപ്പുള്ള ദൈവജനം സ്തോത്രം ചെയ്. കർത്താവ് അവരെ ഉറപ്പിച്ചു. ഈ വേഷമുള്ളവരെ ഉറപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് 26 മുതൽ വീട്ടിൽ പോയി വായിക്കണം. ആകാശത്തിലെ പറവയെ നോക്കവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. എത്ര മനോഹരമായിട്ട് അവരെ ഉറപ്പിച്ചേ. ആകുല ചിന്തയുള്ളവരെ, ഭാരപ്പെട്ടവരെ, വിഷമിച്ചവരെ യേശു ഉറപ്പിക്കുക. ആകാശത്തിലെ പറവേ അവ വിതയ്ക്കുന്നില്ല. ഇതെല്ലാം ചെയ്യുന്ന നമുക്ക് ആ ടെൻഷൻ, അവർക്ക് ഒരു ടെൻഷനും ഇല്ലെന്ന കർത്താവ് പറയുന്നേ.
ബാങ്ക് ബാലൻസ് ഇല്ലേ? ആശ്രിതരില്ലേ? കിടന്നാലൊന്ന് നോക്കാനും എടുക്കാനും ആളില്ലേ? പക്ഷേ ഈ സാധാരണയുള്ള ഈ പക്ഷിക്കുഞ്ഞിനെ ആരും നോക്കും? 2 വാക്ക് എളുപ്പം വായിച്ചോണേ. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 41-ാം വാക്യം. ഇച്ചിടന്ന് സ്പീഡായ. ഇയ്യോബ് 38:41. 147-ാം സങ്കീർത്തനം 9-ാം വാക്യം. എളുപ്പം ജൽദി. അല്ല, അത് രണ്ടാമത് വായിക്കേണ്ടത്. ആദ്യം പറഞ്ഞത് ഇയ്യോബ് 38:41. 38:41. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്നത് ആരാ? പിന്നെ ഇപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ അടുക്കള അടയ്ക്കാൻ പോകുമ്പോൾ ഒരു കാക്കക്കുഞ്ഞ് കാര്യം കറ ആൻറ്റി വിശക്കുന്നു എന്തായാലും ഒന്ന് തന്നേച്ചു പോ. അതിൻ്റെ ഭാഷ അറിയാവുന്നവരാണ്. നിങ്ങളെന്തോ ചെയ്തേനെ? ഞങ്ങളുടെ സഹോദരി പറഞ്ഞു ഓടിച്ചു വിട്ടച്ചേ വരത്തുള്ളെന്ന്. നമ്മളുടെ ചില നാട്ടുകളിൽ പറയും വഴക്കും കൊണ്ട് വന്ന. ഇതിൻ്റെ ഈ അലപ്പുണ്ടല്ലോ, വഴക്കും കൊണ്ട് വന്ന പിള്ളേരെ കല്ല് വലിച്ച്. എന്നാൽ ഈ പാവം സാധനം വിശന്ന ആക്രാന്തം എടുത്ത് കരയുക. ദൈവം ചോദിച്ചു, കാക്ക കുഞ്ഞുങ്ങൾ വിശന്നുഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഉത്തരം നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് കൊടുക്കാനില്ല. 147-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ തീ എത്തിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ പറവയെ നോക്കവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടി വെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അവയെ നടത്തുന്നു എന്ന് പറയുമ്പോൾ കൂട്ടിവെക്കാതെ സ്വർഗം അതിനെ നടത്തിക്കൊണ്ടിരിക്കുക. അത് കരഞ്ഞാൽ, അതിന് വിശന്നാൽ അതിന് ക്രമീകരണം ചെയ്യാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് എന്നിട്ട് പറയുക. ഈ പക്ഷിക്കുഞ്ഞിന് നിത്യജീവനില്ല, വീണ്ടെടുപ്പില്ല, സ്വർഗരാജ്യം അവകാശമില്ല. എന്നിട്ടും ഇതിനെ പുലർത്തുന്നു എങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയുടെ വിലയായ നിന്നെ നടത്താതിരിക്കുമോന്ന്? പ്രൈസ് ദി ലോർഡ്. ഉറപ്പുണ്ട്. ഒന്ന് ബലത്തെ ഒന്ന് പറഞ്ഞേ, ഉറപ്പുണ്ട്. നീ തേടി വെച്ചിട്ട് നിനക്ക് ബാങ്ക് ബാലൻസ് കാണത്തില്ലായിരിക്കാം. ചിലപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ചിലർ നിന്റെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ഇന്ന് പകൽക്കാലം ഉറപ്പായി പോകാം, നീ ദൈവസന്നിധിയിൽ വന്നത് നഷ്ടമല്ല. വിശ്വസിച്ചോ? വിശ്വസീര്. ഹല്ലേലൂയ. ഈ കാക്ക കുഞ്ഞുങ്ങളെ പുലർത്തുന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. നിന്നെ ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ചേർന്ന് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ.
എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. Praise the Lord. Praise the Lord. നടത്തും ഉറപ്പാ. ഹല്ലേലൂയ. നീ വാസ്തവമായി ആത്മാർത്ഥമായി ഹല്ലേലൂയ നീ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വേദനയോടാ വന്നതെങ്കിൽ ഹല്ലേലൂയ കാക്കയെ പുലർത്തുന്ന ദൈവം ശിഷ്ടായുസ് നിന്നെ നടത്തിക്കോളും. പിന്നെ കർത്താവ് പറഞ്ഞൊരു വാക്ക്, വയലിലെ താമരയെ നോക്ക്. നാളെക്കുറിച്ച് ടെൻഷൻ അടിച്ച ഭാരപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നീ താമരയൊന്ന് നോക്കിക്കേ. കണ്ടിട്ടുണ്ടോ താമര? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നമ്മൾ പള്ളിപ്പാട്ടിന് പോകുമ്പോൾ കാണാം, ഈ കോട്ടമുറി എന്ന് പറയുന്ന സ്ഥലത്തോട് പോകുമെങ്കിൽ കണ്ടത്തിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഈ താമരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിന്നാ പറഞ്ഞു. ഈ താമര നിൽക്കുന്നത് ചെളിയില, വെള്ളത്തിൻ്റെ മുകളിൽ തണ്ടും പൂവും അല്ലേ? വെള്ളത്തിൽ തണ്ട്, പൂമലയും വെള്ളത്തിന് മുകളിൽ. ഇതിൻ്റെ വേര് ചെളിക്കകത്തൂടെ താഴോട്ട് ഇറങ്ങും, ഉറപ്പുള്ള സ്ഥലത്ത് പറ്റി നിൽക്കും. ഈ ഉറപ്പുള്ള സ്ഥലത്ത് പറ്റി നിൽക്കുന്നത് കൊണ്ട് അപ്പം താമരയെ ദൈവം എങ്ങനെ വളർത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ വളരുന്നു എന്ന് നോക്കാനാ പറഞ്ഞ്. ചെളിയിലാണ് വളരുന്നതെങ്കിലും അതിൻ്റെ വേരുകൾ ഉറപ്പുള്ള സ്ഥലത്തായതുകൊണ്ട് ഓളമടിച്ചാലും തിരമാല അടിച്ചാലും മഴ പെയ്താലും ഇതനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വേര് ഉറപ്പുള്ള സ്ഥലത്തായതുകൊണ്ട് ഇതിനെ പറിക്കാൻ ഒരു കാറ്റിനും നടക്കത്തില്ല, ഒരു ഹല്ലേലൂയ മഴയ്ക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു ദൂത് അതിൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേലാ നിന്റെ അടിസ്ഥാനം നീ ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എല്ലാം അടിച്ച് തകർക്കുമെന്ന് തോന്നിയാലും ദൈവമൈതലേ നീ പറഞ്ഞു പോകത്തില്ല. നീ പറയാതിരുന്നത് പ്രതികൂല കാറ്റിൻ്റെ നടുവിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ ഇല്ലാതായി പോകാതിരുന്നത് നീ അവനിൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ട്, ബേസ് ക്രിസ്തുവിലായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഉണക്ക് വരുമ്പോൾ ഈ താമര കാണത്തില്ല, ഉണങ്ങും. തണ്ടും പൂവും ഇലയും എല്ലാം ഉണങ്ങിപ്പോകും. പുറം ലോകം നോക്കുമ്പോൾ എന്താകും? താമര ഇല്ല, തീർന്നു. അതായത് പുറം ലോകം വീക്ഷിക്കുമ്പോൾ ഇല്ല, നഷ്ടപ്പെട്ടു പോയി, ഇതിനെയും കിളിർക്കുകയില്ല, ഇത് തീർന്നു പോയി. എന്നാൽ ഒരു മഴത്തുള്ളിക്ക് ഈ താമരയെ വളർത്താൻ, കിളിർപ്പിക്കാൻ കഴിയും. ദൈവപൈതലേ, ഇതുപോലെ പുറം ലോകം നിന്നെ നോക്കി വിധി എഴുതിയതാ, നിന്നെ നോക്കി മുദ്രയിട്ടതാ. തീർന്നു, ഇനിയില്ല. മെഡിക്കൽ ശാസ്ത്രം മണിക്കൂറുകൾ പറഞ്ഞു കാണും. ദൈവത്തിന് സ്തോത്രം. നോക്കട്ടെ, 24 മണിക്കൂർ ഒബ്സർവേഷനിലാകട്ടെ. ദൈവപൈതലേ, നിന്നെ ഇന്ന് ഇവിടെ ദൈവം നിർത്തിയതല്ലേ? പ്രൈസ് ദി ലോർഡ്. മെഡിക്കൽ ശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ പുറം ലോകം നിന്നെ നോക്കി വിധി എഴുതി തീർന്നു, ഇല്ല, ഇവളിനി ഉമ്മം കുരിക്കുകയല്ല. ദൈവത്തിൻ്റെ കൃപയുടെ ഒരു തുള്ളി മഞ്ഞു മതി നിന്നെ ഉയർത്താൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഭാഗം പറഞ്ഞ് ഞാൻ വിടാം. ഈ താമരയ്ക്ക് 2 കൂട്ടുകാരുണ്ട്. ആരാന്നറിയാമോ? വെള്ളവും സൂര്യനുമാണ്. ഇതില്ലാതെ താമരയ്ക്ക് ഈ ലോകത്തിൽ വളരാൻ ഒക്കുകയില്ല. താമര വേര് പറിഞ്ഞ് വെള്ളത്തിൽ ചില ദിവസം കിടന്നാൽ എന്തു പറ്റും? താമര നിൽക്കുന്നിടത്തുനിന്ന് വേര് പറിഞ്ഞ് വെള്ളത്തിൽ വീണാൽ എന്ത് പറ്റും? വാടുവല്ല, ചീഞ്ഞു പോകും, അളിഞ്ഞു പോകും. തന്നെ വിടർത്തുന്ന സൂര്യപ്രകാശം താൻ നിൽക്കുന്നിടത്ത് നിന്ന് വേര് പറിഞ്ഞ് ഈ വെയിലത്ത് വീണാൽ എന്ത് പറ്റും?
ഉണങ്ങിപ്പോവും, വാടിപ്പോവും. അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തിയ സ്ഥാനത്ത് നീ വിശ്വസ്തയോടെ നിൽക്കുന്നു എങ്കിൽ അവൻ സംരക്ഷിക്കും. അല്ല, നിൽക്കുന്നിടത്തുനിന്ന് വേര് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ടത് തന്നെ അന്ധകനായി മാറും. ശ്രദ്ധിക്കണേ, ദൈവവചനം ശരിക്കും ശ്രദ്ധിക്കണേ. നിന്നെ സംരക്ഷിക്കുന്ന, താമരയെ സംരക്ഷിക്കുന്ന സൂര്യനും വെള്ളവും ഈ വേര് പറഞ്ഞ് നിൽക്കുന്നിടത്ത് നിന്ന് വേര് പറഞ്ഞു വീണാൽ സംരക്ഷിച്ചത് തന്നെ ഇതിൻ്റെ അന്തകനായി മാറുമെങ്കിൽ, ഇന്ന് കാര്യം ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ ദൈവമാക്കി വച്ചൊരു സ്ഥാനമുണ്ട്. അവിടെ വിശ്വസ്തയോടെ നിന്നാൽ സ്വർഗം നിന്നെ മാനിച്ചോളും, ദൈവം നിന്നെ ഉയർത്തിക്കോളും. ഞാൻ മക്കൾ പോട്ടെ, മുന്നോട്ട് പോട്ടെ. നാളെയെക്കുറിച്ചുള്ള അർത്ഥശൂന്യമായ വ്യാകുല ചിന്തയുള്ള ശിഷ്യന്മാരെ യേശു വിളിച്ചു, അല്പവിശ്വാസികളെ. യോശുവയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചോ. വിശ്വസിച്ചാൽ നിന്റെ മുൻപിലുള്ള കോട്ട ദൈവം തകർക്കും. വീണ്ടും ശിഷ്യന്മാരിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നിട്ട് 8-ാം അധ്യായം 26-ാം വാക്യം എളുപ്പം വായിച്ചേ. മത്തായി 8:26. മതി, വിഷയം അറിയാം. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകാൻ എന്ത്? ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുക. ഇപ്പൊ എവിടെയാ? പടകില. യേശു പടകിൽ ഉറങ്ങുക, ശിഷ്യന്മാർ തണ്ടുവലിക്കുക. ഇപ്പോ ആയിരിക്കുന്ന ഇടത്ത് സംഗതി മാറി, പ്രകൃതി മാറി. ഇപ്പോൾ വെള്ളം കയറി, ശിഷ്യന്മാർ കരയാൻ തുടങ്ങി. യേശു എഴുന്നേറ്റു. ഇതറിയാവുന്നതുകൊണ്ട് അങ്ങനെ തൊട്ടു പോന്നേ. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, നിനക്ക് പിന്നെ ആർക്കാ വിചാരം ഉള്ളേ? നമ്മുടെ അച്ചായന്മാർക്കും മക്കളും ഒന്നും അങ്ങനെ വിചാരപ്പെടേണ്ട കാര്യമൊന്നും പെടത്തുമില്ല അങ്ങനെ അധികം. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ടെന്ന്. യേശു എഴുന്നേറ്റു, കാറ്റും കടലിനെ. ഇവരെന്തിനായിരിക്കും യേശു കൂടെ ഉണ്ടെങ്കിലും എന്തിനാ ഇവർ ഈ കരഞ്ഞ്? അവിടെ എനിക്കറിയാൻ വയ്യാത്ത ഒരു ചോദ്യമുണ്ട് ശിഷ്യന്മാരോടാ. എനിക്ക് നിങ്ങളുടെ എല്ലാം പേരറിയത്തില്ലല്ലോ. ഇപ്പം ശിഷ്യന്മാരെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെയാണെന്ന് നിങ്ങളങ്ങ് വെച്ചാൽ മതി. ശിഷ്യന്മാരെ, യേശു പടകിലുണ്ട്, നിങ്ങളുടെ പടക് ലക്ഷ്യം തെറ്റിപ്പോകുമോ? ഉത്തരം കേൾക്കണം. യേശു പടകിലുണ്ട്, ഈ പടകിൽ ലക്ഷ്യം തെറ്റി എവിടെയെങ്കിലും പോകുമോ? ഇല്ല. 2, ശിഷ്യന്മാര്, യേശു പടകിലുണ്ടെങ്കിൽ നിങ്ങൾ നിസ്സഹായരാണോ? അല്ല. 3, പ്രിയ ശിഷ്യരെ, യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പടക് മുങ്ങുമോ? 3 ചോദ്യത്തിന് ഉത്തരം വന്നു, ഇല്ല, ഇല്ല, ഇല്ല. പിന്നെന്തുവാ ഭാരപ്പെടുന്നേ? യേശുവിനെ നിന്റെ ജീവിത പടകിൽ നീ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ പടകിൽ ലക്ഷ്യം തെറ്റിപ്പോവുകയല്ല. നീ നിസ്സഹായല്ല, നിസ്സഹായനല്ല. നിന്റെ പടക് മുക്കാൻ അവൻ സമ്മതിക്കുകയില്ലേ? ഇല്ല. അത് എത്തേണ്ടിടത്ത് എത്തും. ഇപ്പം ഞാൻ അതങ്ങ് തൊട്ട് പോവുക. യേശു ചോദിച്ച അല്പവിശ്വാസിയെ, ഞാൻ കൂടെ ഉണ്ടെങ്കിലും നീ എന്തിനാ ഭയപ്പെടുന്നത്? ഭീരുത്വം. മുമ്പേ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോഴും ഈ ഭയം വന്നായിരുന്നു, പറഞ്ഞായിരുന്നു. ഭയപ്പെടരുത്. 365 പ്രാവശ്യം ഉണ്ടെന്നാ ദൈവ മക്കൾ പറഞ്ഞു. ഞാൻ അത്രയും വായിച്ച് തീർന്നിട്ടൊന്നുമില്ല. 365 ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഭയപ്പെടണ്ട. ഇതുണ്ടെന്ന് ദൈവമക്കളോടുള്ള വാഗ്ദത്തമാണ്. അതുകൊണ്ട് ദൈവമക്കളെ ഭാരപ്പെടല്ല. നിങ്ങൾക്ക് എത്ര ആയുസ് ദൈവം തന്നിട്ടുണ്ട്, അത്രത്തോളം എത്തിക്കാൻ ദൈവം മതിയായവന്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടല്ലേ, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടല്ലേ. 3 പറയാൻ എളുപ്പമാണെന്ന് വേണം നിങ്ങൾ പറയും, പക്ഷേ ഭയപ്പെടരുതെന്ന് കർത്താവ് നമ്മളോട് പറയും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് വിടാമെന്ന് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം തന്നെ 14-ാം അധ്യായം 30-31 വാക്യം കൂടെ എളുപ്പം അതുകൂടെ ഒന്ന് വായിച്ചിട്ട്. മതി മതി.
മതി. മൂന്നാമത് ശിഷ്യന്മാർക്ക് കുത്തുകൊണ്ടത് ഇവിടെ, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു. അപ്പം ഈ 3 പടത്തും സംബോധന അല്പവിശ്വാസിയാണ്. നാളെക്കുറിച്ച് ഭാരമുള്ളവരെ നീ അല്പവിശ്വാസിയാണ്. സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോൾ ഭയപ്പെട്ടവരെ നിങ്ങൾ അല്പവിശ്വാസികളാണ്. ഇപ്പോൾ പത്രോസും കൂട്ടരും പടകിൽ യാത്ര ചെയ്യുകയാണ് അല്ലേ. 1, 2, 3, 4 യാമമായി. ഇപ്പോൾ ശിഷ്യന്മാർ ഇതുപോലെ പേടിച്ചു. നമുക്കറിയാം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞ് വിട്ടോളം പറഞ്ഞ് വിട്ടിരിക്കുക, വള്ളം വിട്ടേക്കുക. പടക് മുങ്ങാൻ പോണു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു നടന്നു വരുന്നു. പത്രോസ് കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവേ ഞാനും കൂടെ. നീ പോരെന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങി. പക്ഷേ ഇപ്പം താഴാൻ തുടങ്ങിയ പത്രോസിനോടാ പറഞ്ഞേ, പത്രോസേ നീ എന്തിന് സംശയിച്ച്. സംശയമുള്ളവരപ്പം എന്തോ, ഭാര്യ സംശയം ഉണ്ടെന്നല്ല, ഭർത്താവിനെ സംശയം ഉണ്ടെന്ന്. ഇപ്പം താണ്ട് ഗണേശകുമാർ കിടന്ന് കൈകാലും വെള്ളം എടുക്കുക. പോട്ടെ, അതൊക്കെ രാഷ്ട്രീയമായി പോ. നീ എന്തിനാ എന്നെ സംശയിച്ചെന്നാ യേശു ചോദിച്ചു. കർത്താവ് പറഞ്ഞ ഉടനെ വെള്ളത്തിൽ നടന്നു. ഒരു ദേവദാസൻ്റെ കൊട്ടേഷൻ അല്ല, നമ്മൾ ചിന്തിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും. പത്രോസ് വിശ്വാസത്തോടെ യേശുവിൻ്റെ വിളിയിൽ ഇറങ്ങി. പത്രോസിൻ്റെ കാൽച്ചുവട്ടിലെ വെള്ളം ഖരരൂപമായി. നോക്കിയേ, പാറ പോലെയായെന്ന് പത്രോസിൻ്റെ കാൽച്ചുവട്ടിലെ വെള്ളം. അത്ര വിശ്വാസത്തോടെ ചാടിയത്. പക്ഷെ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ അല്ലേ. ഇപ്പം യേശുവിൻ്റെ ദൃഷ്ടി മാറി, കർത്താവുമായിട്ടുള്ള ബന്ധം ഇട്ടു. ഇപ്പോൾ വിശ്വാസത്തിൽ താണു. അദ്ദേഹം മനുഷ്യനായി ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. അയ്യോ ഇപ്പം ഞാൻ മുങ്ങും അല്ലേ, ഞാനിപ്പോൾ താഴും. ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഖരരൂപമായിരുന്ന വെള്ളം വീണ്ടും ദ്രവരൂപമായി. താഴുവാൻ തുടങ്ങി എന്നാ പറഞ്ഞേ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കല്ലിട്ടാൽ താഴുവാൻ തുടങ്ങിയെന്നാണോ താഴുന്നെന്നാണോ പറഞ്ഞേ? ഡിങ്ങെന്ന് തണു പോവും അല്ലേ. ഇവിടെ പത്രോസ് താഴാൻ തുടങ്ങിയെന്ന് പരിഭാഷയുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസം ചോർന്നതനുസരിച്ച് പത്രോസ് എന്ത് ചെയ്തു? താഴാൻ തുടങ്ങിയെന്ന. ഹല്ലേലൂയ. താഴാൻ തുടങ്ങിയാൽ നിന്നെ അവൻ വിളിച്ചവനാണെങ്കിൽ നിന്നെ വിടത്തില്ല. ദൈവവൈതലേ കരം കൊടുത്തു. ഹല്ലേലൂയ. പിടിച്ചു പൊക്കിയിട്ടാ ചോദിച്ച അല്പവിശ്വാസിയെ നീ എന്തിനാ സംശയിച്ചത്? ഞാനല്ലേ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നിന്നെ മുക്കുവാനോ നീ താഴുവാനോ ഞാൻ സമ്മതിക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവൈതലേ നിന്നോടുള്ള ദൂതിത, നീ താഴാനില്ലായ്മയാകാൻ അവൻ സമ്മതിക്കുകയില്ല. നീ സംശയിക്കരുത്. ഇസ്രായേൽ മക്കൾ സംശയിച്ചു മരുഭൂമിയിൽ മേശി ഒരുക്കാൻ ഈ ദൈവത്തിന് കഴിയുമോ എന്ന്. എന്തെല്ലാം അത്ഭുതങ്ങൾ മുമ്പിൽ കാണിച്ചതാ, എന്തെല്ലാം കണ്ടതാ. ഇപ്പോഴും സംശയമാ. എനിക്ക് ഇതോടെ ചെയ്തു തരാൻ കഴിയുമോ? മേശയൊരുക്കാൻ കഴിയുമോ? കാടപ്പക്ഷി തരാൻ കഴിയുമോ? ഒന്നുമില്ലാത്തടത്തുനിന്ന് ഇത്രയും നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് തുടർന്നും നിന്നെ നടത്താൻ അവൻ ശക്തനാ. നീ വിശ്വസിച്ചാൽ മതി. ഞാനത് ചുരുക്കി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അല്പവിശ്വാസിയാകരുത്. ആകുല ചിന്ത, മുട്ടിന് മുകളിൽ കയറരുത്. അതാ അതിൻ്റെ അകത്തെ കാര്യം. മത്തായി 13:58 വാക്യമുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തി ചെയ്തില്ല. അവിശ്വാസം. അപ്പോൾ വിശ്വാസത്തിന് മാത്രമേ എന്തുള്ളൂ? അത്ഭുതം ചെയ്യാൻ കഴിയുള്ളൂ. യോശുവയോട് പറഞ്ഞു, വിശ്വസിച്ചോ, നിനക്ക് ഞാൻ തന്നിട്ടില്ലെങ്കിലും നീ വിശ്വസിര്, എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്തെടുക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ചെയ്തെടുക്കും. വിശ്വാസത്തോടെ ഇന്ന് മടങ്ങണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു 1-ാം അധ്യായം 6-7 വാക്യം, യാചിക്കുന്നവൻ സംശയിക്കാതെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടൽ തിരക്ക് സമന. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അല്പവിശ്വാസിയെ, നീ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ലെന്നാ പറഞ്ഞു. ഇന്ന് ഈ ഇരിപ്പിൽ എൻ്റെ വിഷയത്തിന് ദൈവം എന്നെ സഹായിക്കും. പ്രാർത്ഥിച്ച വിഷയം എനിക്ക് വേണ്ടി തന്നിരിക്കുന്നു. സ്തോത്രത്തോടെ പറഞ്ഞ് നമുക്ക് മടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോശുവയോട് പറഞ്ഞു, നീ വിശ്വസിര്, നിനക്ക് വേണ്ടി ഞാൻ കോട്ട ഇടിക്കും. വിശ്വസിക്കുന്ന ദൈവ പൈതലിനു വേണ്ടി ദൈവം എന്ത് ചെയ്യും? കോട്ട
ഇടിക്കും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തേതിലേക്ക് വരാം. 5 കാര്യം പറഞ്ഞല്ലോ പറഞ്ഞപ്പോഴത്തേക്ക് 3 യോശുവ 6:10. മതി. ദൈവം പറയുന്നു, കോട്ട ഞാൻ ഇടിക്കാം, നിന്റെ ചെറുവരിൽ പോലും നീ അനക്കണ്ട, പക്ഷേ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം. വായിൽ നിന്നൊരു വാക്കും നിങ്ങൾ പുറപ്പെടുവിക്കരുത്. നാവിനെ സൂക്ഷിക്കണം. നാവിനെ രൂപാന്തരപ്പെടുത്തിയാൽ സ്വർഗം നിന്റെ കോട്ട ഇടിക്കും. ഒരു വാക്ക് അനേകരെ തകർത്തിട്ടുണ്ട്. ദൈവമക്കളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. ഞാൻ ഒരിക്കലേ ഈ തലവടിയിലോട്ട് പോവുക, പൊടിയാഴിയിൽ നിന്ന് വെള്ളപ്പൊക്കമാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ നെടുമ്പുറമൊക്കെ വെള്ളം കയറി മുങ്ങും. ഞാനിവിടെ നടക്കുക, മുണ്ടൊക്കെ ഇവിടെ, അന്ന് പാൻറ്റൊക്കെ ഉള്ള കാലങ്ങളൊന്നും അല്ല, ചുരുക്കമുള്ള കാലം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ. ഞാൻ മുണ്ടുമൊക്കെ മടക്കി കുത്തി നടക്കുക. എൻ്റെ മുമ്പേ 2 സഹോദരിമാരുണ്ട്. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പം ഞാൻ കൂടെ വെള്ളമല്ലേ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ ഇവർ പറയുന്ന ഒരാളുടെ കാര്യമാണ്, ഒരു സഹോദരിയുടെ കാര്യമായി ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത് കാണും ഈ വെള്ളം നീന്തി പൊടിയാടിയിൽ നിന്ന് നീരേറ്റിയവർ ഇക്കരെ ANC ജംഗ്ഷൻ കര വരെ ചെന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, എടി ഇനിയും കാണുമ്പോൾ ബാക്കി പറയാമെന്ന്. ഒരാളുടെ കാര്യമായി ഈ മണിക്കൂർ പറഞ്ഞ് ഇനിയും കാണുമ്പോൾ ബാക്കി. ഇപ്പോൾ നോക്കിയേ എന്തുമാത്രം കൊണ്ട് പറയാൻ. നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് 1 മണിക്കൂർ മിണ്ടരുതെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? എന്താ പിന്നെ കൊല്ലുന്നതാ ഉപദേശി നല്ലതെന്ന് പറയില്ലേ? ദൈവത്തിന് സ്തോത്രം. വാക്കു പെരുകിയാൽ ലംഘനം ഉണ്ടാവും. അധരങ്ങളെ അടക്കുന്ന ദൈവവൈതല ബുദ്ധിമാൻ. 10 കൽപ്പന ദൈവം തരുന്നതിൽ 2 നാവിനെ സംബന്ധിച്ച. പുറപ്പാട് 20:7 യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. പുറപ്പാട് 20:16 കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഓർത്തോണേ, മറ്റുള്ളവരെ തകർക്കുന്ന വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരരുത്. ദൈവമക്കളെ, ആരെക്കുറിച്ചും ദോഷണം പറയരുത്. ഒരു നല്ല ഒരു കൊട്ടേഷൻ ഞാൻ പറയാം. സത്യം പറയണം, സത്യമേ പറയാവൂ, സത്യം തന്നെ പറയണം. എന്തുവാ? 1 സത്യം പറയണം, 2 സത്യമേ പറയാവൂ, 3 സത്യം തന്നെ പറയണം, 4 ആ സത്യം മറ്റുള്ളവനെ തകർക്കുന്നതാണെങ്കിൽ സത്യം പറയണ്ട, മൗനമായിരിക്കണം. മനസ്സിലായോ? സത്യമുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദനയാണെങ്കിൽ ആ സത്യം മൂടി വയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. നാവ് അടക്കണം. ആത്മീയതയിലും ഇതൊത്തിരിയുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 9-10 വാക്യം വരുമ്പോൾ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഹാബിന് ചീരത്തോട്ടമാക്കുക. എന്തോ ഇടപാടാ നോക്കിക്കോടെ. നല്ല ഫലഭൂയിഷ്ടമായ മുന്തിരിത്തോട്ടം രാജാവിന് എന്തോ ആക്കണം? ചീരത്തോട്ടം ആക്കണം. മുട്ടായിക്ക് വണങ്ങിക്കിടക്കുന്ന പിള്ളേരെ പോലെ ഢാ പോലെ മുട്ടിനിടയ്ക്ക് കൈകയറ്റി കരയുവായി ഇപ്പോൾ അദ്ദേഹം. ഭർത്താവിൻ്റെ ഭാര്യയുടെ പേരെന്തോ? നിങ്ങളോട് ചോദിക്കുക. ഇസവേലാൻറ്റി വിദഗ്ധയാ. എന്താ മനുഷ്യ ഈ മുട്ടായി കിടന്ന് പിണങ്ങി പിള്ളേരെ പോലെ കിടന്ന് ഠാ പോലെ ഞാൻ പ്രശ്നം പരിഹരിക്കാമെന്ന്. നേരെ എന്ത് ചെയ്തു? കൂട്ടായ്മ ഉപവാസം വിളിച്ചു, ഉപവാസ പ്രാർത്ഥന വെച്ചു. വീട്ടിൽ നാബോത്തിനെയും വിളിച്ചു. 2 സാക്ഷികളെ ഇരുത്തി ഉപവാസ പ്രാർത്ഥനയിൽ 2 പേർ സാക്ഷി പറഞ്ഞു. ഈ നാബോത്ത് ദൈവദൂഷണം പറഞ്ഞു, ദൈവത്തിന് വിരോധമായി. ഭക്തനായ മനുഷ്യൻ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു.
പ്രവാചകൻ പറഞ്ഞു, അല്ലെ ദൈവം പറഞ്ഞു ആലോചന. 1 രാജാവ് 21:19 ഇസബേലിന്റെ രക്തം നായ്ക്കൾ കുടിക്കും. മറ്റുള്ളവനെ തകർക്കാൻ കാര്യങ്ങൾ മെനയുമ്പോൾ നിന്നെ ദൈവം തകർക്കുമെന്നാ പറഞ്ഞു. നാവ് ശരിയല്ലെങ്കിൽ ഓർത്തോണേ, മറ്റുള്ളവനെ തകർക്കാൻ നാവ് കൊണ്ട് കാര്യങ്ങൾ മെനയുമ്പോൾ മെനയുന്നവനെ ദൈവം തകർക്കും. നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിവിടെ സംബന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. 2 കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നു. 2 പേരും ക്രിസ്ത്യാനികളാണ്. മുൻപിലുള്ള കുടുംബം വിശ്വാസികളാണ്. ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തോടുള്ള ബന്ധപ്പെട്ടതിനനുസരിച്ച് അവരെ ദൈവം ഉയർത്തി. ഈ പുറയിലുള്ള മനുഷ്യൻ, ഇവർക്ക് ആകപ്പാടെ 10 സെൻറ്റ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഇവർക്ക് വണ്ടി കയറാൻ വരെ വഴി ഫ്രീ ആയിട്ട് കൊടുത്തു ഈ മുൻവശത്തുള്ള കുടുംബം. അത്ര മനസ്ഥിതിയുള്ള മനുഷ്യർ. പക്ഷേ ഇവരുടെ വളർച്ച, ഈ അസൂയ എന്ന് പറയുന്നത് വലിയ കുഴപ്പമുള്ള കാര്യമാണ് അല്ലേ? യേശുവിനെ കൊല്ലാൻ പോയത് എങ്ങനെ? അസൂയുണ്ട് അല്ലേ? ദാവീദിനെ കുന്തം ചാടിയത് എന്തുകൊണ്ടാണ്? അസൂയ മനുഷ്യനെ കൊല്ലുന്നവരെ. ശരിയാ, സത്യമാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞത്. അത് ഈ സ്ഥലം വരെ കൊടുക്കാൻ അവർ തയ്യാറാക്കി വിശ്വാസികളായ മനുഷ്യൻ. അവരുടെ വർധനവ് ദൈവം അവരെ വളർത്തി. പുറയിലുള്ള ആ ചായന് ഇവരോട് ഭയങ്കര അസൂയായി. ഇവരോട് പിന്നെ അസഭ്യം പറയാൻ തുടങ്ങി. നിന്നെ ഞങ്ങൾ തകർക്കുവേടി, നിന്നെയൊക്കെ ഞങ്ങൾ കൂടോത്രം ചെയ്യുമെന്ന് പറഞ്ഞു ബഹളമാണ്. ദിവസം ഇവരെ നേരം വെളുക്കുന്നിടം വരെ വൈകുന്നിടം വരെ വിശ്വാസികളായ ദൈവമക്കൾ പറഞ്ഞു, പ്രാർത്ഥിക്കണം, അതേ ഉള്ളൂ. ഒരു ദിവസം ഈ മനുഷ്യൻ അവരുടെ അതിരിലുള്ള തെങ്ങയിൽ ഒരു പട്ട് കെട്ടി, ഒരു ചുമലപ്പട്ട്. എന്നിട്ട് പറഞ്ഞു, നിന്നെയും നിൻ്റെ മക്കളെയും തകർക്കാൻ ഞാൻ കൊണ്ട് കെട്ടിയതായി. അതായത് കണ്ടതൊക്കെ പോയി കാശ് മുടക്കി കൊണ്ട് കെട്ടിയിരിക്കുക. ഈ പാവപ്പെട്ട വിശ്വാസികൾ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു അവർ. എൻ്റെ രോമമൊക്കെ ഇഴുക്കും, അതിശയോക്തി പ്രയോഗമല്ല. 3-ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് മഴയില്ല, അത് ഇടിവെട്ടി. ദൈവമക്കളെ, ആ ഒറ്റ ഇടിക്ക് തെങ്ങും കരിഞ്ഞു, പട്ടും കരിഞ്ഞു. മറ്റുള്ളവനെ തകർക്കാൻ ഒരുങ്ങിയ കുടുംബം ഇന്നില്ല, തകർന്നുപോയി. വിശ്വാസികളോട് കളിക്കുന്നത് സൂക്ഷിക്കണം. ദൈവമക്കളുടെ നേരെ നാവ് ഉയർത്തുന്നത് സൂക്ഷിക്കണം. ഞാൻ വിട്ടുപോവാ, സമയം തീരാറായി. യാക്കോബ് 3:5 അങ്ങനെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയും. കുറഞ്ഞ തീ എത്ര കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതുകൊണ്ട് നാവ് സൂക്ഷിക്കുക. ദൈവജനത്തോട് ദൈവം പറഞ്ഞു, നിന്റെ നാവിന് കടിഞ്ഞാണിട്, നാവ് സൂക്ഷിക്കുക. ദൈവം നിന്റെ തടസ്സമായിരിക്കുന്ന കോട്ട ഇടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില വളച്ച് കുത്തുന്ന നാക്കുണ്ടല്ലോ, വിശ്വാസി ആണേലും അത് നിർത്തണം. അതൊരു ഉപദേശമായി സ്വീകരിക്കണം. അപ്പോൾ ഒന്ന്, നിന്റെ മുമ്പിൽ തടസ്സമായിരിക്കുന്ന കോട്ട ഇടിയണമെങ്കിൽ, ഒന്ന്, നീ ഉടയണം, നീ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണം. 2, നീ വിശ്വസിക്കണം. 3, നാവിനെ സൂക്ഷിക്കണം. 4, യോശുവ 6:3-4. മതി. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം ഒരു ദിവസം പട്ടണത്തെ ചുറ്റണം. ഇങ്ങനെ 6 ദിവസം ചുറ്റണം. 7-ാം ദിവസം ചുറ്റുമ്പോൾ എന്ത് ചെയ്യും? പട്ടണം ഇടിയും, അല്ലെ കോട്ട ഇടിയും. എന്തിനാ ഈ ചുറ്റിക്കുന്നേ? അതിൻ്റെ അർത്ഥം ദൈവം പറയുന്ന സമയം വരെ കാത്തിരിക്കാനായിട്ടുള്ള ആത്മശക്തി വേണം. ഇവിടെയാ ദൈവമക്കളും ദൈവവും തമ്മിൽ പിണങ്ങുന്നേ. ചുറ്റാനൊന്നും വയ്യ, എൻ്റെ ഇഷ്ടത്തിന് നീ പ്രവർത്തിക്കണം അല്ലേ? എല്ലാ ചുറ്റലിൻ്റെ പിൻപിലും ദൈവത്തിനൊരു പ്ലാനുണ്ട്. ചുറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ചുറ്റിക്കുക എന്ന് പറയുമ്പോൾ കാലതാമസമാ ചുറ്റല്. എല്ലാ ചുറ്റലിൻ്റെ പിൻപിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് ഏതോ ഒരു വിഷയത്തിൽ. നിങ്ങൾ ചക്കുളത്ത് പോയിട്ടുണ്ടോ? ചക്കുളം വേളന്മാരെ കണ്ടിട്ടുണ്ടോ? കൊശവന്മാരെ ഇല്ലോ? അയ്യോ, നീരറ്റോർത്ത് നിന്ന് ചക്കുളം പാലം അക്കരെ കടങ്ങ് നമ്മൾ പോവാമെങ്കിൽ ചക്കുളം ചാപ്പലൊക്കെ ഉള്ളിടം ഇല്ലേ, അവിടെ പോകുമ്പോഴാണ് ഈ കൊശവന്മാരുള്ളത്, ചട്ടിങ്കലം ഉണ്ടാക്കുന്നവർ. ഇപ്പോൾ ഒത്തിരി ടെക്നോളജികളുണ്ട്, ഇപ്പോൾ എന്തോ മെഷീനറി ഒക്കെ ഉള്ളത്. പണ്ട് തന്നെത്താനാ ഈ ചെളി ചവിട്ടി പദം വരുത്തി ഒരു ചക്രമുണ്ട്, അതേ വെക്കും. എന്നിട്ട് കൊശവൻ ഭാര്യയും ഭർത്താവും ഓപ്പോസിറ്റ് സൈഡിലിരിക്കും. ഭാര്യ ഇങ്ങനെ കറക്കി കൊടുക്കും. ഭർത്താവ് കൈ കൊണ്ടാണ് ഷേപ്പ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാ? ചട്ടിയോ കലമോ ഫ്ലവർ വേസോ ഇതൊക്കെ ഉണ്ടാക്കുന്നേ. ഇവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ചുറ്റണം. ഇത് കുറേ നേരം ഈ ചക്രം ചുറ്റി ചെളി ചുറ്റിക്കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ എങ്ങാനും ഒരു ചെറിയ മണ്ണ് കഷ്ണം, പാറ കഷ്ണം വല്ലൂ ഇരുന്നാൽ ഇതിൻ്റെ ജലാംശം നഷ്ടമാകുമ്പോൾ അവിടം കൊണ്ട് പൊളിയും. ഈ പൊളിയാൻ തുടങ്ങുമ്പോൾ ഈ ഭാര്യ മുൻപിൽ പച്ചച്ചട്ടി വെള്ളം വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കോരും. എന്നിട്ട് ഇതേ തളിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇരട്ടി ഗ്ലേസിങ്ങോടെ ഇത് രൂപാന്തരപ്പെടും. അതിനൊരു തത്വമുണ്ട്. പൊളിയാതിരിക്കണമെങ്കിൽ കരത്തളിപ്പ് ലഭിക്കണം. മനസ്സിലായില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. നീ പൊളിയാതിരുന്നത്, പൊട്ടാതിരുന്നത് അവൻ്റെ കരത്തളിപ്പ് കാലാകാലങ്ങളിൽ ലഭിച്ചതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം പോയോണ്ട് വേണ്ട ഓടിച്ചു വിടാൻ പോവാനേ. ആൻറ്റി എന്നോട് ചോദിച്ചു 1.5 മണിക്കൂർ നിൽക്കാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇനി 1 മണിക്കൂറോടെ നിൽക്കുമോ ആൻറ്റി? ദൈവം അതുപോലെ നടത്തുക. താമസത്തിൻ്റെ ഇടയ്ക്ക് നീ തകരാതെ നിനക്ക് വേണ്ടി കരത്തളിപ്പ് നൽകുന്ന ദൈവം. അതിൻ്റെ അർത്ഥം നീ എത്ര ചുറ്റിയാലും അത് നിന്നെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഭാഗം ഇങ്ങനെ: എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഭാരം വഹിക്കാൻ വയ്യ, ഈ ഭാരം ഒന്ന് കുറച്ചതാ. വേദനിച്ച് പറയുക, ഭാരം അത് കഷ്ടതയുടെ തീച്ചൂളെ കൂടെ കടന്നു പോകും. ഇദ്ദേഹം പറയുക, അല്ലേ മാറിയില്ലേലും വേണ്ടുകയല്ല, ഇത് ചുമക്കാൻ എൻ്റെ തോളിന് ശക്തിതാ. ഇതാ നമുക്ക് വേണ്ടേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ ബലഹീനനാ, എനിക്ക് ഈ ഭാരം എല്ലാം കൂടെ ചുമക്കാൻ വയ്യ കർത്താവേ. എന്തെല്ലാം ഭാരങ്ങളാ അല്ലേ? ദൈവത്തിന് സ്തോത്രം. രോഗം, ദുഃഖം, വീട്ടുകാരത്തിക്ക്, കൊച്ചുങ്ങൾക്ക്, ഹല്ലേലൂയ, എന്തു വേണ്ട, മുഴുവൻ പ്രതികൂലമാ കർത്താവേ. എനിക്ക് ഈ ഭാരം ചുമക്കാൻ ഇനി വയ്യ. ദൈവത്തിന് സ്തോത്രം. ഭാരം ഒന്ന് കുറച്ചതാ. നീ കുറച്ചില്ലേലും ഇതൊന്ന് താങ്ങാനായിട്ടുള്ള ബലം എൻ്റെ തോളിന് വേണം. ഞാൻ വാക്കുകളെ അത് അവസാനിപ്പിച്ചു വരട്ടെ. എത്ര താമസിച്ചാലും എത്ര ചുറ്റിച്ചാലും പ്രവർത്തിക്കാൻ ദൈവം അടുത്തു വരും. എല്ലാ ചുറ്റലിൻ്റെ പിൻപിലും ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. ഗുരു വന്നിട്ടുണ്ട്. എപ്പോഴാ? ലാസറിന്റെ കല്ലറക്കൽ മരിച്ച് നാറ്റം വെച്ച് ഇനിയും ലോകപ്രകാരം എഴുന്നേൽക്കുകയില്ല എന്ന് വിധി എഴുതിയ സമയം ഗുരു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എത്ര താമസിച്ചാലും പ്രവർത്തിപ്പാൻ ഗുരു വരും. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു നീ നാളുകളായി കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, എത്ര താമസിച്ചാലും നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ യേശു വരും. മക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. 5-ാമത്തെ ഒറ്റ കാര്യം കൂടെ പറയാം. യോശുവ 6:20. 6:20. ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളം കേട്ട് അത്യുച്ചത്തിൽ
ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. പ്രൈസ് ദി ലോർഡ്. മതി. ഓരോരുത്തൻ വായിച്ചു. ഓരോരുത്തൻ മതി. അനന്തരം ജനം ആർപ്പിട്ടു. പുരോഹിതന്മാർ കാഹളം ഊതി. ജനം കാഹള നാദം ശബ്ദം കേട്ട അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ഈ ജനം എന്തെങ്കിലും ചെയ്തായിരുന്നോ? വേറെ ഫിസിക്കലായി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായി എന്തെങ്കിലും ഈ മതിലെ ചെയ്തോ? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇതേ ചെയ്താൽ ഇതിൻ്റെ കോൺ അനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. JCB ഇടിച്ചാലും അനങ്ങത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ ചില ക്രമീകരണം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവം പറയുന്നു, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. നീ ആർപ്പിടുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ നിന്റെ കോട്ട ഇടിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനം ആരാധിച്ചു, ദൈവം കോട്ട ഇടിച്ചു. നാം ആരാധിക്കാൻ പോവുകയാ. നമ്മുടെ മുമ്പിലുള്ള കോട്ട ആൻറ്റി ഓർപ്പിച്ചായിരുന്നു. സെരുബാബേൽ അല്ലേ? സകറിയ പ്രവചനം 4-ാം അധ്യായം 7-ാം വാക്യം പറഞ്ഞു നിർത്തുക. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? നീ സമഭൂമിയാകും. അതിന് കൃപ എന്ന ആർപ്പോടാണിക്കൽ കയറ്റാം. കോട്ട ഇടിയാനുള്ള തന്ത്രമാ. നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്ക്, നിന്റെ കോട്ട ഇടിക്കും. 5 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, യോശുവ വീണു. നീ വിനയപ്പെട്ടാൽ കോട്ട ഇടിക്കും. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചാൽ കോട്ട ഇടിക്കും. നിന്റെ നാവ് നിയന്ത്രിച്ചാൽ കോട്ട ഇടിക്കും. ദൈവം പറയുന്ന സമയം വരെ കാത്തിരുന്നാൽ നിന്റെ പ്രതികൂലമാകുന്ന കോട്ട ദൈവം ഇടിക്കും. ഹല്ലേലൂയ. നീ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചാൽ നിന്റെ കോട്ട ഇടിക്കും. എല്ലാവരും എഴുന്നേറ്റാട്ട്. നമ്മുടെ കോട്ട ഇടിയട്ടെ. നാം ആരാധനയ്ക്കായി ശക്തിയോടെ, ഹല്ലേലൂയ, ദൈവം തന്ന ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ചില പ്രതികൂല കോട്ടകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപിലില്ലേ? ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കാം ദൈവത്തെ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യെരിഹോവിനെ അവർ അടച്ചുറപ്പാക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും അകത്ത് കയറിയില്ല. എല്ലാവരും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, അധരമനങ്ങിയാട്ട്. രാജാവ് ഉള്ളിടത്ത് എന്തുണ്ട്? രാജകോലാഹലമുണ്ട്. എല്ലാവരുടെയും അധരം ഒന്ന് അനങ്ങിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാ. എല്ലാവരും ആരാധിക്കാനായിട്ട് ഒരുങ്ങിയാട്ട്. ദൈവം തന്നെ ഒരു ആരോഗ്യമുണ്ടല്ലോ, ദൈവം തന്നെ ഒരു ശക്തി ഉണ്ടല്ലോ. കരങ്ങളടിച്ച് ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ദൈവം തന്ന ആരോഗ്യത്തിനനുസരിച്ച് കൈയടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരം ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവവൈദ്യരേ, നീ ഭാരത്തോടെ ഇറങ്ങിയതാണെങ്കിൽ ഇന്ന് പകലിൽ കോട്ട ഇടിക്കാൻ പോവുകയാ. നീ ഒന്ന് വിനയപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് താത്തി ഏൽപ്പിച്ചു കൊടുത്ത് നീ ഉടഞ്ഞാൽ ദൈവം നിന്റെ കോട്ട ഇടിക്കും. ഹല്ലേലൂയ. അത് എത്ര ബലവത്തായാലും നീ ഇന്നുവരെ ഹല്ലേലൂയ ഇതിനെ കണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന ദൈവവൈതലെങ്കിൽ ഇന്നിടിച്ചും. ഹല്ലേലൂയ. 2, നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ കോട്ട ഇടിക്കും. ആത്മാർത്ഥമായി ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചാൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. നിന്റെ നാവുകൾ ക്രമീകരിക്കപ്പെടണമെങ്കിൽ സ്വർഗ്ഗത്തിന്റെ കനല് എന്റെ നാവിലെന്ത് തൊടണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൽ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ലെന്ന്. നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. ഇതാ വിടുതലില്ലാത്ത. അതുകൊണ്ട് യെശയ്യാ പ്രാർത്ഥിച്ച പോലെ സ്വർഗ്ഗത്തിലെ കൊടിലു കൊണ്ടാഗ്നി എന്റെ നാവെ തൊട്ടെന്നെ ഒന്ന് ശുദ്ധമാക്കണം. നിന്റെ കോട്ട ദൈവം ഇടിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ മതിൽ വീഴും കൽച്ചുവട്ടിൽ, മതിൽ വീഴും കൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല സർവശക്തൻ കൂടെയുണ്ട് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ഞാൻ വിശ്വാസത്താൽ